നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ അടിയാരെ ഏൽപ്പിച്ചിരിക്കുന്നത് ജീവൻ്റെ വചനം. ധ്യാനിക്കുന്ന വ്യക്തിക്കത് കാരണദീപം, പാതയ്ക്ക് പ്രകാശം. തിരുവചന ധ്യാനത്തിലൂടെ അടിയങ്ങളിൽ നിന്നും നിൻ്റെ ജീവനിലേക്ക്, സമൃദ്ധിയായ ജീവനിലേക്ക് പ്രവേശിച്ച് കർത്താവിൻ്റെ വെളിച്ചത്തിൽ ചരിപ്പാൻ തിരുവചന ധ്യാനം മുഖാന്തരമാക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. കഴിഞ്ഞ വർഷങ്ങളിലായി ഏലിയാവ്, ഹാഗാർ, മോശ, ഇന്ന് ദാവീദിൻ്റെ ധ്യാനത്തിൽ വളരെയധികം കാര്യങ്ങൾ ദാവീദിനെക്കുറിച്ച് പറയുന്നതിനല്ല, നമ്മുടെ കൺവെൻഷൻ്റെ തീമായി എടുത്തിരിക്കുന്ന എഴുന്നേൽപ്പീൻ നാം പോകാം, ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇതോടൊന്നിച്ച് ഒരുമിച്ച് ധ്യാനിക്കാവുന്നതാണ്. 3-4 വ്യക്തികൾ നമ്മുടെ സ്മരണയിൽ വരുന്നത് നല്ലതാണ്. ഈ കൺവെൻഷൻ്റെ 2 സെക്രട്ടറീസ്, ഒരാൾ 1 വർഷം മുമ്പും ഏതാനും ദിനങ്ങൾക്ക് മുമ്പുമായി 2 പേരെ കടന്നുപോയി. ബഹുമാനപ്പെട്ട PD മാമനച്ചൻ, കഴിഞ്ഞ വർഷം TO ജോസഫ് അച്ഛൻ. ഈ കൺവെൻഷനോട് വളരെ ബന്ധപ്പെട്ട മറ്റ് 2 അച്ഛന്മാരാണ് MV ജോർജ് അച്ഛനും KP അലക്സാണ്ടർ അച്ഛനും. അത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരേണ്ട 2 വ്യക്തികൾ ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ്. അർത്ഥമക്കാരല്ല. ഒന്ന്, ജാർഖണ്ഡിൽ ട്രൈബൽ ആളുകൾക്ക് വേണ്ടി ജീവനെ അർപ്പിച്ച വത്സ ജോൺ എന്ന സിസ്റ്റർ. മറ്റൊരാൾ ദശാബ്ദങ്ങളായി ഈ കേരളത്തിൽ മുഴങ്ങിയ അനുഗ്രഹീത ശബ്ദമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് പ്രഭാഷണങ്ങളുടെ രാജശില്പി എന്നാണ്. ഭാഷാഭൂഷണി അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞത്, അരങ്ങ് വാണ വാക്കാണ് പോയിരിക്കുന്നത്. മലയാളത്തിൻ്റെ ഒറ്റ വാക്ക്. നമ്മുടെ പ്രഭാഷണങ്ങൾ ഈ വേദിയിൽ നിന്ന് ഉയരുന്നത് കേരളത്തിൽ മലയാളത്തിലാണ്. അതുകൊണ്ട് സുകുമാർ അഴീക്കോട് ജനുവരി 25-ാം തീയതി നമ്മെ വിട്ട് കടന്നുപോയി. പ്രത്യേക ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. നമ്മൾ എഴുന്നേറ്റ് പോയി സത്യം, നീതി, ദയ, മൂല്യങ്ങൾ, അതിനെതിരായി സംഭവിക്കുന്നതിനെതിരെ ശബ്ദം മുഴക്കുക, ഇതൊക്കെ പറയുമെങ്കിലും അക്ഷോഭ്യനായി അദ്ദേഹത്തിൻ്റെ ആ യുദ്ധം തൻ്റെ അവസാനം വരെ നടത്തിയ ആളാണ്. ഇനിയും അങ്ങനെ ഒരാളെ പെട്ടെന്ന് ലഭിക്കുക പ്രയാസമാണ്. മഴ നനഞ്ഞു വരുന്ന കുട്ടിയോട് ഇനിയും ഇങ്ങനെ ചോദിക്കാൻ ആരുണ്ട്? കരുണയറ്റ കാലവർഷത്തിൻ്റെ രോഷം ഘനീഭൂതമായ മേഘപാളികളിൽ കുളിർ തന്നൽ വീശിയപ്പോൾ ഉള്ളുണർന്ന് പെയ്തിറങ്ങിയ വർഷബിന്ദുക്കളുടെ അനന്തപ്രവാഹം മൂലമാണോ കുട്ടി താമസിച്ചത്? ഇനിയും അങ്ങനെ ചോദിപ്പാൻ ഈ കരയിൽ ആരുമില്ല. നമ്മുടെ ഭാരതം പ്രൊഡ്യൂസ് ചെയ്ത മെത്രാന്മാരിൽ ഒരു ബുദ്ധിരാക്ഷസനായിരുന്നു കാലം ചെയ്ത ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ്. അദ്ദേഹം കാലം ചെയ്ത് കഴിഞ്ഞ ഉടനെ മനോരമക്കാർ അഴീക്കോട് സാറിനോട് പറഞ്ഞു, ഒരു ആർട്ടിക്കിൾ തരണം, പെട്ടെന്ന് തരണം. അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷൻ മതി, എല്ലാം അതിലുണ്ട്. ഇടിഞ്ഞത് കുലപർവ്വതം,
ആരുണ്ട് ഇങ്ങനെ സംഗ്രഹിക്കാൻ? ഇനി ഇടിഞ്ഞത് കുലപർവ്വതം. നമ്മൾ ഒരുപാട് കാര്യം പറയും, എന്നാൽ ഇത്തരത്തിൽ അരങ്ങ് വാണവാക്ക് നമ്മെ വിട്ട് കടന്നു പോയിരിക്കുന്നു. അദ്ദേഹം നമ്മേക്കാൾ ദൈവത്തോട്, ദൈവം തന്ന ദാനങ്ങളോട് വിശ്വസ്തനായിരുന്നു എന്നതിന് തെളിവുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. അദ്ദേഹം തന്നെ പറയുന്നു, ഇതുവരെ എൻ്റെ വാക്കുകൾ ഞാൻ ഉപയോഗിച്ചെങ്കിൽ ഈ ആത്മകഥയെ അവസാനിപ്പിക്കുന്നത് നമ്മുടെ വിശ്വമഹാകവി, നമ്മുടേതൊന്നും ചേർത്തില്ലെങ്കിൽ നമുക്ക് സംശയം വന്നേനെ. നമ്മുടേതൊന്നത് ചേർത്ത് കഴിഞ്ഞാൽ ഒരാളേ ഉള്ളൂ, അത് ടാഗോറാണ്. വിശ്വമഹാകവിയുടെ നിരുപമവും നിരതിശയനീയവുമായ വാക്കുകളിൽ എൻ്റെ അന്ത്യ അഭിവാദ്യം സമർപ്പിച്ചു കൊള്ളട്ടെ. ഞാനീ കണ്ടത് നിസ്തുലമാണെന്നതായിരിക്കട്ടെ ഇവിടം വിട്ടു പോകുമ്പോൾ എൻ്റെ വിയോഗവാക്യം. കിട്ടിയത് പോരാ, ഇനിയും വല്ലതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ചാകുന്നതിന് മുമ്പ്. ഇതാണ് നമ്മുടെ ചേതോവികാരമെങ്കിൽ അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ കുറിക്കുന്നു, ഞാനീ കണ്ടത്, ദൈവം തന്ന ലോകത്തിൽ കണ്ടത് നിസ്തുലമാണെന്നതായിരിക്കട്ടെ ഇവിടം വിട്ടു പോകുമ്പോൾ എൻ്റെ വിയോഗവാക്യം. അടുത്തത്, പ്രഭാസാഗരത്തിൽ വിരിയുന്ന ഈ താമരപ്പൂവിലെ തേൻ ഞാൻ നുകർന്നുവെന്നും അങ്ങനെ എൻ്റെ ജന്മം അനുഗ്രഹിക്കപ്പെട്ടുവെന്നുമായിരിക്കട്ടെ എൻ്റെ യാത്രാമൊഴി. പ്രഭാസാഗരത്തിൽ വിരിയുന്ന ഈ താമരപ്പൂവിലെ തേൻ ഞാൻ നുകർന്നുവെന്നും അങ്ങനെ എൻ്റെ ജന്മം അനുഗ്രഹിക്കപ്പെട്ടെന്നുമായിരിക്കട്ടെ എൻ്റെ യാത്രാമൊഴി. എൻ്റെയും നിങ്ങളുടെയും യാത്രാമൊഴി എന്താണ്? കിട്ടിയത് പോരാ. ദൈവം അവന് കൊടുത്തു, ഇവന് കൊടുത്തു, എനിക്കൊന്നും തന്നില്ലല്ലോ. ഇതാണോ നമ്മുടെ അന്ത്യ അഭിവാദ്യം? ഇതാണോ നമ്മുടെ യാത്രാമൊഴി? ഈ ലോകം വിട്ട് കർത്തൃസന്നിധിയിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന നാം എഴുന്നേൽപ്പിൻ പോക എന്ന് പറഞ്ഞാൽ ആ പോകുന്ന സ്ഥലത്തേക്കുള്ള യാത്ര ഇത്തരത്തിൽ ഈ ഐഹിക യാത്ര തീരുമ്പോൾ ഇത്തരത്തിൽ അവസാനിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ? അദ്ദേഹം തന്നെ പറയുന്നു, തൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമാണ് വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിലെ 7 സായം സന്ധ്യകളിൽ താൻ ചെയ്ത 7 പ്രഭാഷണങ്ങൾ. അതിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ പ്രഭാഷണത്തിൻ്റെ അനവധി അവസ്മരണീയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 7 ദിവസങ്ങളിലെ 7 പ്രഭാഷണങ്ങളെ ഒരൊറ്റ പ്രഭാഷണമാക്കി തീർത്തത് ഈ സദസ്സിൻ്റെ ഇക്കണ്ട തന്മയീഭാവം നിറഞ്ഞ ഏക മനസ്സാണ്. നാം ഏത് ഏക മനസ്സിനെയാണോ തേടിപ്പോകുന്നത്, ഈ അന്തരീക്ഷത്തിൽ അത് നിറഞ്ഞു നിൽക്കുന്നു. ആ ദുർലഭമായ ഏക മനസ്സിൻ്റെ വിജയപൂർവമായ സാഫല്യമാണ് ഈ കഴിഞ്ഞ 7 ദിനങ്ങളിൽ നാം അനുഭവിച്ചത്. 7 വാക്ക് ഒന്നിച്ച് പറഞ്ഞുളവായ സൗഹാർദ്ദം, വചനത്തിൻ്റെയും ശ്രവണത്തിൻ്റെയും ആലിംഗനം നടക്കാതെ, ശരിയാണല്ലോ, എത്രയോ പ്രഭാഷണങ്ങൾ സ്റ്റാൻലി ജോൺസ്, ഇങ്ങനെ നീണ്ട നിരയാണ്. എന്നാൽ വചനം ഘോഷിക്കപ്പെടുന്നു, വചനത്തിൻ്റെയും ശ്രവണത്തിൻ്റെയും ആലിംഗനം നടക്കാതെ ജീവിതത്തിൻ്റെ എല്ലാ വേദികളിലും വ്രതഭംഗങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ഈ ആഴ്ചത്തെ സൗഭാഗ്യം, അദ്ദേഹം പറയുന്നു, ചെറിയ നേട്ടമല്ല. വിദൂരമായ ദേശീയ പുരോഗതിയുടെ ചക്രവാളത്തിലേക്ക് വഴി തെളിയിക്കുവാൻ ഇവിടെ കൂടിയ നാമാകുന്ന മിന്നാമിനുകളുടെ ഹൃദയത്തിൻ്റെ വെട്ടം മതിയാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ശോഭയേറിയ നാട്, അതിലേക്ക് നടന്നു നീങ്ങുമ്പോൾ നീങ്ങുന്ന പാതയിലെ സഹയാത്രികരെയും പാതയെയും പ്രകാശിപ്പിക്കുന്നതിന് ഇത്രയും മിന്നാമിനുകൾ പ്രകാശിക്കുവാൻ സാധിച്ചാൽ തീർച്ചയായും ചാരിതാർത്ഥ്യജനകമായ അനുഭവമാണ്. ആ വഴിയിലൂടെ ചെന്ന് നമുക്ക് ഈ നാടിൻ്റെ നവസംസ്കാരത്തിൻ്റെ പടിവാതിലും കടന്ന് ശ്രീകോവിൽ വരെ ചെന്നെത്താനും കഴിഞ്ഞേക്കാം. തുടക്കം നമ്മുടെ മനസ്സിലെ മാറ്റമാണ്. മനസ്സ് ചിന്ത കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് മാറ്റുക.
അനിവാര്യമായി ഈ മാറ്റം സൃഷ്ടിക്കുവാൻ നമ്മൾ നാളെ തന്നെ ഒന്നിച്ച് കുരുക്ഷേത്രത്തിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ സെക്കുലർ യൂസേജിൽ ധർമ്മയുദ്ധത്തിന്, തിന്മയ്ക്ക്, അനീതിക്ക് കാപട്യനിര യുദ്ധം അതിനിറങ്ങുമ്പോൾ ഇവിടെ ഉയർന്ന സ്വരതരംഗങ്ങൾ നമ്മെ തലോടി മുന്നോട്ട് നടത്തുന്നതിന് അവിടെ എത്തിയിരിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ. സുന്ദരമായ പ്രതീക്ഷയാണ്. നമുക്ക് എന്ത് പ്രത്യാശയാണ്? ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതിൽ വലുതോ സ്നേഹം? വാക്യമറിയാം. അദ്ദേഹം തൻ്റെ 7-ാം ദിനത്തിലെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ. എങ്ങനെ പ്രതീക്ഷിക്കുന്നു? മനസ്സിൻ്റെ മാറ്റമാണ് ആവശ്യം. ചിന്ത കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് മനസ്സിൻ്റെ മാറ്റം സാധിക്കേണ്ടത്. ആ അനിവാര്യമായ മാറ്റത്തിനായി നാം നാളെ കുരുക്ഷേത്രത്തിലെത്തുമ്പോൾ, ഈ കഴിഞ്ഞ ദിനങ്ങളിൽ നാളെ കൂടെ കൂട്ടുമ്പോൾ 8 ദിനങ്ങളിൽ ഈ വേദിയിൽ ഉയർന്ന സ്വരതരംഗങ്ങൾ നമ്മെ തലോടി മുന്നോട്ട് നയിക്കുന്നതിന് അവിടെ എത്തിയിരിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ. നിശ്ചയമായി യേശു കാണും. കുരുക്ഷേത്രത്തിൽ ധർമ്മയുദ്ധത്തിന് നാം എത്തിയാൽ യേശു പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നതാണ്: ഞാനോ എല്ലാ നാളിലും ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ യാത്രയെക്കുറിച്ച് വ്യക്തതയുണ്ടോ? ഒരു പാട്ടിൻ്റെ ഈരടികൾ ഇങ്ങനെയാണ്: യാത്ര തുടരുവതെന്തിനായി? ഒരു മകളെ ഇട്ടേച്ചൊരമ്മ ഓടിപ്പോകുമ്പോൾ അടുത്താ പോയതെങ്കിലും പിന്നെ പിടികിട്ടിയിട്ടുണ്ട്. എത്രയോ ആളുകൾ പോയിട്ട് എവിടെയാണെന്ന് പോലും അറിയില്ല. കാരണം ഇതാണ്: യാത്ര തുടരുവതെന്തിനായി, ഇരുൾ കാട്ടിലലഞ്ഞു തളർന്നു. എന്തിനാണ് ഈ ജീവിതയാത്ര തുടരേണ്ടത്? അവസാനിപ്പിക്കുകയല്ലേ നല്ലത്? എത്രയോ ആളുകൾ ഈ ജീവിതം ഒടുക്കിയിട്ട് ഈ യാത്രയ്ക്ക് അർത്ഥമില്ല എന്ന് പറഞ്ഞ് കളിക്കളത്തിൽ നിന്ന് ഹംസഗീതം പാടി ഈ കളത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു, ദിനം പ്രതി ഒഴിഞ്ഞു പോകുന്നു. അതിനിടയിൽ കുറേ പേർ നമ്മളിവിടെ കൂടുമ്പോൾ ഇത്രയും മിന്നാമിനുകളുടെ വട്ടം സഹയാത്രികനെ പ്രകാശിപ്പിക്കും. അവിടെ നമ്മൾ കാണുമോ? ധർമ്മയുദ്ധത്തിന് യേശു ക്ഷണിക്കുകയാണ്. എവിടേക്കാണ് പോകുന്നത്? എഴുന്നേൽപ്പിൻ, നാം പോകുക. 12-ാം വയസ്സിൽ യേശുവിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? നമുക്ക് വല്ല ധാരണയുമുണ്ടോ എഴുന്നേറ്റാൽ പോകാൻ? 12-കാരൻ പറയുന്നു, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? 33 വയസ്സുകൊണ്ട് യാത്ര തീരുമ്പോൾ ആനുപാതികമായി 12-ാം വയസ്സിൽ ആ ലക്ഷ്യബോധമുണ്ടാവേണ്ടത് അനിവാര്യതയാണ് യേശുവിനെ സംബന്ധിച്ച്. പിന്നെ അധികകാലം ജീവിക്കുന്നില്ലല്ലോ. നമുക്കിനി ഒരുപാട് കാലമുണ്ടെന്ന് ചിന്തിച്ചിരിക്കുകയാണ്. വ്യക്തതയില്ല എവിടേക്കാണ് പോകേണ്ടത്. യേശു കർത്താവിൻ്റെ പിതാവിനുള്ളതിലിരിക്കേണ്ടതല്ലേയുള്ള വ്യക്തതയിൽ നീങ്ങിയെങ്കിലും ഗത്സമനയിൽ അല്പം പതറിയെന്ന് തോന്നുന്നു. ഈ പിതാവിനുള്ളത് തന്നെയാണോ? വ്യാഴാഴ്ച രാത്രിയിൽ ഞാൻ ശിഷ്യർക്ക് കൊടുത്ത പാനപാത്രം അല്ലാതൊന്ന് പിതാവ് നീട്ടിയപ്പോൾ ഇതും പിതാവിനുള്ളത് തന്നെയാണോ എന്ന് സംശയിച്ചെങ്കിലും പിതാവിൻ്റെ ഹിതത്തിന് തന്നെ വിധേയപ്പെടുത്തിയ യേശു കർത്താവ് നീങ്ങുന്നു കാൽവറിയിലേക്ക്. ഈ ശബ്ദം മുഴങ്ങിയത് ഒരു പൂന്തോട്ടത്തിലാണ്, ഗാർഡനിലാണ്. ഇതിൻ്റെ ഫലപ്രാപ്തി കാൽവറിയിലായിരുന്നു. വളരെയധികം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതൊന്നിച്ച് ചേർത്ത് വച്ചത്, ഒരു വാക്യത്തിൽ വെച്ചത് യോഹന്നാൻ മാത്രമാണ്. ഇൻ ദ പ്ലേസ് വെയർ ജീസസ് വാസ് ക്രൂസിഫൈഡ് ദർ വാസ് എ ഗാർഡൻ. അവനെ ക്രൂശിച്ച ഇടത്ത് തന്നെ ഒരു പൂന്തോട്ടവും ഉണ്ടായിരുന്നു. പൂന്തോട്ടത്തിൽ മുഴങ്ങിയ ശബ്ദമാണ്, എഴുന്നേൽപ്പിൻ, നാം പോകാം. പോയത് the grim, stark, wooden, rugged cross. ഇത്രയും പരിപരുത്തൊരു യാഥാർത്ഥ്യം യേശുവല്ലാതെ മറ്റാരാണ് അഭിമുഖീകരിച്ചിട്ടുള്ളത്? ഗത്സമനയിൽ ഈ ശബ്ദം മുഴങ്ങിയെങ്കിലും ഫലപ്രാപ്തി കാൽവറിയിലായിരുന്നു. അങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത്. പക്ഷേ 1.5 മാസം മുമ്പ് ക്രിസ്തുമസ് കാലങ്ങൾ നാം പാടുന്നു, ഈ മറിയയുടെ മടിയിൽ ഉറങ്ങുന്നത് ആരാണ്?
പുൽക്കൂട്ടിൽ മിന്നുന്നത് പൂത്തുങ്കളോ? കുഴപ്പമില്ല, ശരിയാണ് ഒരർത്ഥത്തിൽ. എന്നാൽ വീണ്ടും വീണ്ടും ആ ശിശു വളർന്ന് യാത്ര ചെയ്യുമ്പോൾ ഒടുവിൽ നാം മനസ്സിലാക്കേണ്ടത് മിന്നിത്തിളങ്ങുന്ന ഒരാൾ മാത്രമല്ലിത്. ആളുകൾ കണ്ടാൽ മുഖം മറച്ചുകളയത്തക്കൊണ്ടും ആ ജീവിതം അത്തരത്തിലായിപ്പോയി. നമുക്കറിയാം, ആ ജീവിതത്തെ അന്നേരം വിവരിക്കേണ്ടത് ഇത് മിന്നിത്തിളങ്ങുന്ന പൂത്തിങ്കളാണോ എന്നല്ല പാടേണ്ടത്. പകരം ഇതാ സ്നേഹാഗ്നിയിൽ എരിഞ്ഞമരുന്ന അഗ്നി കാവടിയാണ്. സ്നേഹാഗ്നിയിൽ എരിഞ്ഞമർന്ന അഗ്നിക്കാവടി. ആർക്കാണ് പോകാൻ ഇഷ്ടം? ഒരു വത്സ ജോൺ കാക്കനാടുകാരിയാണ്, എറണാകുളം. അവർ കർത്താവിനെ പോലെ തന്നെ ഒരു സ്നേഹാഗ്നിയിൽ എരിഞ്ഞടങ്ങിയ അഗ്നിക്കാവടിയാണ് വത്സ ജോൺ എന്ന സഹോദരി. നാമുമായിട്ട് ഇതിനെന്ത് ബന്ധമാണ്? ഈ ആഹ്വാനം നാം എങ്ങനെ സ്വീകരിക്കുന്നു? ലൈഫ് മസ്റ്റ് ബി എ ഗാർഡൻ ഇൻ ദ പെർപെക്ച്വൽ ബ്ലൂം ഓഫ് സമ്മർ. നമ്മുടെ ആഗ്രഹം അതാണ്, ഗത്സമനയിൽ തന്നെ ഇരിക്കുക. 3 ശിഷ്യന്മാർ മറുരൂപമലയിൽ കണ്ടപ്പോൾ യേശുവിനെ കണ്ടിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കാം, ഗത്സമനയിൽ ഇരിക്കാം. ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, നാം പോകാം. എവിടേക്കാണെന്ന് പോയപ്പോൾ, വിരൽ ചൂണ്ടിയപ്പോഴും നടന്നു നീങ്ങിയപ്പോഴും ശിഷ്യർ ഓടിക്കളഞ്ഞു. എല്ലാവരും ഓടിയെങ്കിലും എനിക്ക് വീണ്ടും വീണ്ടും അത് പറവാൻ ഇഷ്ടമില്ല. ഓടി അന്ന്, എന്നാൽ ഒരുമിച്ച് കൂടി ശക്തി പ്രാപിച്ച ശേഷം ഒരുവൻ ഈ ഭാരതഭൂമിയിലേക്ക് വന്നതുകൊണ്ടാണ് ഈ മണത്തരിയുടെ മുകളിൽ ഇത്രയും പേർ വിശ്വാസികൾ ഇരിക്കുന്നത്. ഓടി എന്നുള്ളത് ശരി അന്ന്. വീണ്ടും സന്തോഷത്തോടെ ഒന്നിച്ചുകൂടി പരിശുദ്ധാത്മശക്തി പ്രാപിച്ച് ഒറ്റയാൾക്കേ സ്വാഭാവിക മരണം കിട്ടിയുള്ളൂ. എന്തൊരു ധീരന്മാരായ ശിഷ്യന്മാർ! അവരന്ന് ഓടിയെങ്കിലും വീണ്ടും വീണ്ടും ഓടിപ്പോയി എന്ന് പറഞ്ഞ് അവരെ പരിഹസിക്കുന്നതിന് നാം തുനിയരുത്. സെൻറ് തോമസ് ഇവിടെ വന്നിട്ട് നാം എന്തു കൊടുത്തു? അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല. രക്ഷകൻ്റെ വായ ഡോളറോസ വ്യഥയുടെ വഴിയിൽ അദ്ദേഹത്തെയും നടത്തി, നിഗ്രഹിച്ചു കളഞ്ഞു. വീണ്ടും നാം ഒന്നിച്ച് കൂടുമ്പോൾ ഗത്സമനയിൽ ഒരു പൂന്തോട്ടത്തിൽ മുഴങ്ങിയ ശബ്ദത്തിൻ്റെ ഫലപ്രാപ്തി കാൽവറിയിലാണെങ്കിൽ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ, ഫിലോസഫർ, സ്റ്റേറ്റ്സ്മാൻ, ലോകത്തിന് കൊടുത്ത സംഭാവന എന്ന് പറയാം. അദ്ദേഹം 2 സെൻറ്റൻസ് ഇങ്ങനെ പറഞ്ഞു: ഓൾ ഗ്രോത്ത് ഈസ് മാർക്ക്ഡ് ബൈ പെയിൻ. എല്ലാ വളർച്ചയും വേദനയിലൂടെയാണ്. ഓൾ ട്രാൻസിഷൻ ബിലോങ്സ് ടു ദ റെൽം ഓഫ് ട്രാജഡി. ദുരന്ത മേഖലയിൽ എത്തിയിട്ടേ ഉള്ളൂ മാറ്റങ്ങൾ ഏതും. ശരിയാണോ? ഗത്സമനയിൽ നിന്ന് അടിവെച്ച് യേശു നീങ്ങുമ്പോൾ പിന്നോട്ട് നോക്കിയാൽ എല്ലാവരും പോയി, തൻ്റെ അമ്മ ഒഴികെ. ദുരന്ത മേഖലയിൽ അമ്മയും മകനും എത്തിക്കഴിഞ്ഞു. യേശുവിൻ്റെ മരണത്തോടുകൂടെ ലോകത്തിൻ്റെ ട്രാൻസിഷൻ, ഗുണപരമായ മാറ്റം നടന്നു കഴിഞ്ഞു. ആ ഭാഷയിൽ പറയാൻ ഇനിയും രാധാകൃഷ്ണനുമില്ല. ഒരിടത്ത് മലയാളി അഴീക്കോട് സാറ് പോയി. ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന രാധാകൃഷ്ണൻ നമ്മോട് പറയുന്നു, നിൻ്റെയും എൻ്റെയും ലോകത്തിൻ്റെയും രക്ഷ ഒരുവൻ ഏകനായി ദുരന്ത മേഖലയിലൂടെ നടന്ന്, ഈ ലോകത്ത് അതിൽ കൂടുതൽ ദുരന്തം ആർക്കാ ഉള്ളത്? കാലിക്കൂട്ടിൽ ജനിക്കുക, ഇരുകരയിൽ നിൽക്കുന്നവർ ചവിട്ടി മുക്കാൻ ശ്രമിക്കുക ജീവിത പടകിന്. ഒടുവിൽ ദുരന്ത മേഖലയിലെത്തി. അതിൽ വലിയ ദുരന്തമേതാണ്? ഇഞ്ചിഞ്ചായി പൊടിക്കുകയാണ്. ഇതാണ് യേശുവിൻ്റെ മരണമെങ്കിൽ. രാധാകൃഷ്ണൻ പറഞ്ഞു, സാരമില്ല, നമ്മുടെ രക്ഷ അങ്ങനെ സാധിക്കുകയുള്ളൂ. ഓൾ ട്രാൻസിഷൻ ബിലോങ്സ് ടു ദ റെൽം ഓഫ് ട്രാജഡി. അതിൽ നിന്ന് ഗുണപരമായ മാറ്റം ഉണ്ടാവുന്നു.
വില്യം ബാർക്കിലെ സുന്ദരമായ ഭാഷയിൽ പറഞ്ഞു, "The road to Jerusalem was a road which it was not easy for Jesus to take. No one ever looked forward to death in the agony of a cross." ദുഃഖം ഘനീഭൂതമായ വാചകങ്ങളാണ്. ചിന്തിച്ചാൽ, "The road to Jerusalem was a road which it was not easy for Jesus to take." യേശുവിനല്ല ഒരുവനും ഇഷ്ടപ്പെടുന്ന പാതയല്ല. ഒടുവിൽ യെരുശലേമിലേക്ക് പോകുവാൻ മനസ്സുറപ്പിച്ചപ്പോൾ യേശു കാണാതെ പോയതല്ല, കണ്ടു തന്നെ പോയി. ഇതിൻ്റെ അന്തം ഭീകരമായിരിക്കും. ഇതിൻ്റെ അന്തം. No one ever looked forward to death in the agony of a cross. ഇന്ന് കുരിശുമരണം ഇവിടെയില്ല. അവിടെയുള്ളവർക്ക് പിടികിട്ടും നിശ്ചയമായി. ആരാണ് അത്തരത്തിലുള്ളൊരു മരണം പ്രതീക്ഷിക്കുക? എങ്കിലും രാധാകൃഷ്ണൻ പറഞ്ഞു, അതിലൂടെ രക്ഷ, ഗുണപരമായ മാറ്റം, ട്രാൻസിഷൻ സാധിക്കുകയുള്ളൂ. ദുരന്ത മേഖലയിൽ എത്തിയിട്ടേ ഉള്ളൂ മാറ്റങ്ങൾ ഏതുമെങ്കിൽ, അത് വിശ്വസിക്കുന്നുവെങ്കിൽ. നമ്മളിങ്ങനെ ഇരുന്നാൽ, വത്സ ജോൺ ഒരിടത്തൊരു മദർ തെരേസ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളായ നാം ഇതിനൊന്നും തയ്യാറല്ല. ഇതിന് തയ്യാറല്ല നമ്മൾ. മോറിസ് വെസ്റ്റിൻ്റെ ഷൂസ് ഓഫ് ദ ഫിഷർമാൻ, അതിൻ്റെ അവസാന രംഗത്ത് കാർഡിനൽസ് ന്യൂലി ഇലക്റ്റഡ് പോപ്പിനോട്, ഇപ്പോൾ ബിഷപ്പ് ആലഞ്ചേരിയെ കാർഡിനലാക്കുന്ന സമയമാണിത്. നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാമല്ലോ. എല്ലാവർക്കും സാധിക്കും അദ്ദേഹത്തിന് വേണ്ടി. ന്യൂലി ഇലക്റ്റഡ് പോപ്പിനോട് കാർഡിനൽസ് ചുറ്റും നിന്നവർ ചോദിച്ചു, "വാട്ട് ഡു യു വാണ്ട്?" അങ്ങ് എന്താഗ്രഹിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, "Men with fire in their hearts and wings to their feet." എങ്ങനെയുള്ള മനുഷ്യരെ? ഹൃദയത്തിൽ സ്നേഹാഗ്നി ജ്വലിക്കുന്ന ആളുകൾ. ചത്തയെ ചതഞ്ഞെന്നും പറഞ്ഞിരിക്കുന്നവരെ ആർക്ക് വേണം? യേശുവായിട്ടാണ് ഈ സൈന്യത്തെയും കൂടെ നടക്കുന്നത്. പുകഞ്ഞ തിരിയാണ്, ചതഞ്ഞ ഓടകളാണ്. എങ്കിലും യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് നമുക്ക് ആ സൈന്യത്തിൽ കൂടാം. പോപ്പ് പറഞ്ഞു, സ്നേഹാഗ്നിയിൽ പിടയുന്ന എരിയുന്ന ഹൃദയത്തിൻ്റെ ഉടമകളെ എനിക്ക് വേണം. വിങ്സ് ടു ദെയർ ഫീറ്റ്, കാലിന് ചിറകുകളുള്ളവരെ ആവശ്യം എനിക്ക്. നമ്മൾ ആ ഗണത്തിൽപ്പെടുന്നവരാണോ? ഉദ്ധാനത്തിൻ്റെ സായങ്കാലത്ത് രണ്ടാളുകൾ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്നുണ്ട്. കർത്താവ് അവർക്ക് മനസ്സിലായില്ലെങ്കിലും കൂടെ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരോട് എന്താണ് തർക്കിക്കുന്നതെന്ന് ചോദിക്കുന്നു. വാടിയ മുഖത്തോടെ അവർ നിന്നുവെന്ന് പറഞ്ഞിട്ട് ഒരാൾ സംസാരിച്ചു. ശരിയാണ്, ആ ഒരു ദുഃഖ സാഹചര്യത്തെ അതിജീവിക്കുന്നതിനുള്ള ഉൾബലം ക്ലയോപ്പാവിനെ ഉള്ളായിരുന്നു. രണ്ടുപേരും ദുഃഖിതരാണ്. ക്ലയോപ്പാവിന് നമുക്ക് പരുഷമായിട്ട് തോന്നാം, യേശുവിനോട് ഇങ്ങനെയൊക്കെയാണോ ചോദിക്കേണ്ടത്? എന്നാൽ അവൻ്റെ വികാരത്തിന്, ക്ലയോപ്പാവിൻ്റെ വികാരത്തിന് പുരസ്കാരം കൊടുക്കേണ്ടത് ആവശ്യം. സുവിശേഷ പ്രസംഗ സംഘത്തിൽ പുരസ്കാരം വല്ലതും ഇരിപ്പുണ്ടോ? ഒരെണ്ണം ക്ലയോപ്പാവിന് കൊടുക്കണം. അങ്ങനെ യേശുവിനോട് സംസാരിച്ചതിനല്ല, ദുഃഖം, ഈ സംഭവം ഞങ്ങളോടുകൂടെ നടക്കുന്ന ഒരാൾ അറിഞ്ഞില്ല എന്നുള്ള ദുഃഖം തളം കിട്ടിയ വാക്കുകളാണ്. യെരുശലേമിലെ പരദേശികളിൽ ഈ സംഭവം നീ മാത്രം അറിഞ്ഞില്ലെങ്കിൽ നിന്നോടുകൂടെ നടക്കുന്നത് ഞങ്ങൾക്ക് നാണക്കേടാണ്. നമുക്ക് നാണമെന്ന് പറയുന്നത് എന്നേ പോയി. എന്ന നാണമാണ്? ഏതിനെക്കുറിച്ച് നാണം നമുക്കുണ്ട്? ക്ലയോപ്പാവിൻ്റെ ചോദ്യത്തിൽ ഇത്രയുമുണ്ട്. ഞങ്ങളുടെ കൂടെ നടക്കുന്ന നീ ഈ കാര്യം അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരാളുടെ കൂടെ നടക്കുന്ന ഞങ്ങൾക്ക് നാണക്കേടാണ്. യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ സംഭവം അറിഞ്ഞില്ലെന്ന്. യേശു വിടുകയില്ല. അവരെ വീണ്ടും പറയിക്കുന്നതിന് ആവശ്യമായ ചോദ്യം എന്ത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു,
ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായിരുന്ന ഒരാൾ, ഒരു പ്രവാചകൻ. ഞങ്ങൾ അവനെ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെന്ന് ആശിച്ചിരുന്നു. പോയിരിക്കുന്ന ആശ പൊയ്പോയാൽ എങ്ങനെ ജീവിക്കും? ക്ലയോപ്പാവ് അനുഗ്രഹീതനാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാരണമായി പറയാവുന്നത്, ഒരുവൻ യേശുവിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഭാരം ക്ലയോപ്പാവിനെ പോലെ ആർക്കുണ്ട്? നിൽക്കുന്ന എനിക്കും ഇരിക്കുന്ന നിങ്ങൾക്കും ഇതിൻ്റെ അംശമുണ്ടായിരുന്നെങ്കിൽ ഭാരത സുവിശേഷീകരണം എത്ര അനായാസനം നടന്നേനെ. ഈ കാര്യമറിയാത്ത നീ ഞങ്ങളുടെ കൂട്ടുകാരെന്ന് പറയുന്നത് ഞങ്ങൾക്ക് നാണക്കേടാണ്. യേശു ചോദിച്ച് എന്തെന്ന് ഉപയോഗിച്ചപ്പോൾ യേശുവിനെക്കുറിച്ച് പറയാവുന്ന അങ്ങേയറ്റത്തെ ആഡ്ജക്റ്റീവ്സ്, അങ്ങേയറ്റത്തെ ബഹുമതി വാചകങ്ങളാണ് ക്ലയോപ്പാവ് യേശുവിനോട് പറയുന്നത്. എന്നാൽ ഞങ്ങൾക്കിപ്പോൾ ആശയ്ക്ക് വകയില്ല. അവനെ കൊന്നത് സാധാരണക്കാരല്ല, മഹാപുരോഹിതന്മാരും രാജ്യത്തെ പ്രമാണികളും അവനെ നിഗ്രഹിച്ചു കളഞ്ഞു. ഞങ്ങളോ അവൻ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെന്ന് ആശിച്ചിരുന്നു. ആലപ്പുഴക്കാരൻ കൊച്ചൻ രാഹുൽ പോയത് ദുഃഖം. ഇത്രയും വർഷം അവർ പിടിച്ചു നിന്നത് അമ്മ പറയുന്നുണ്ട്. പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു, അന്വേഷണം തുടരുന്നു എന്നത് തന്നെ ഞങ്ങൾക്കൊരാശയായിരുന്നു. CBI പറയുന്നു ഇനിയും അന്വേഷിച്ചത് കൊണ്ട് പ്രയോജനമില്ല എന്നുള്ള റിപ്പോർട്ട് കൊടുക്കാൻ പോവുകയാണ്. അതവിടെ ഇരിക്കട്ടെ. അന്വേഷിക്കുന്നു എന്നുള്ളത് തന്നെ അമ്മയ്ക്കും അപ്പനും ഒരു പ്രത്യാശയായിരുന്നു, കിട്ടുമായിരിക്കാം. ക്ലയോപ്പാവ് പറഞ്ഞു, ഞങ്ങൾ ആശിച്ചിരുന്നു, ഞങ്ങളുടെ ആശ പൊയ്പോയിരിക്കുന്നു, പ്രത്യാശ പൊയ്പോയിരിക്കുന്നു. എങ്കിലും ചില സ്ത്രീകൾ പോയി ഏതൊക്കെയോ കണ്ടു എന്ന് സാക്ഷിച്ച് ഞങ്ങളുടെ അടുക്കൽ വന്നു. അത് കഴിഞ്ഞ് അപ്പം നുറുക്കയിൽ സന്ധ്യോടടുത്തപ്പോൾ അവരുടെ ക്ഷണം യേശു സ്വീകരിക്കുകയാണ്. അപ്പം നുറുക്കയിൽ യേശു പ്രത്യക്ഷനായി. അവരുടെ കണ്ണുകൾക്ക് യേശുവിനെ പിടികിട്ടി. അത് കഴിഞ്ഞ് അവർ പറയുന്ന വാക്കുകൾ ന്യൂലി ഇലക്റ്റഡ് പോപ്പ് മോറിസ് വെസ്റ്റിൻ്റെ കഥയിലെ പോപ്പ് പറഞ്ഞ അതേ കാര്യം സംഭവിക്കുകയാണ്. പോപ്പ് എന്തോ പറഞ്ഞു? ഐ വാണ്ട് മെൻ വിത്ത് ഫയർ ഇൻ ദെയർ ഹാർട്ട്സ് ആൻഡ് വിങ്സ് ടു ദെയർ ഫീറ്റ്. അങ്ങോട്ട് ക്ലയോപ്പാവും പ്രിയപ്പെട്ടയാളും വാടിയ മുഖത്തോടെ നടന്നെങ്കിൽ, ദുഃഖിതരായി യാത്ര ചെയ്തെങ്കിൽ, അത് കഴിഞ്ഞ് പറയുന്നു ഇത് യേശുവാണെന്ന് മനസ്സിലായപ്പോൾ അവർ ചിലപ്പോൾ ക്ഷമയും ചോദിച്ചാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ലോ നിന്നോട്. യേശുവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പറയുന്നുണ്ട്, അവൻ നമ്മോട് കൂടെ നടന്ന തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? അത് കഴിഞ്ഞ് മഹാസന്തോഷത്തോടെ വാടിയ മുഖത്തോടെ എമ്മൗസിലേക്ക്, മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക്. അതാണ് പോപ്പ് ആവശ്യപ്പെട്ടത്. Men with fire in their hearts and wings to their feet. നമുക്കിത് സാധിക്കണം. യേശു കർത്താവിൽ സന്തോഷമുള്ളവരായി ഈ ശുശ്രൂഷ നമുക്ക് ഏറ്റെടുക്കണം. നമ്മളോട് കൂടെ നടക്കുന്നവർക്ക് യേശുവിനെ അറിയാൻ പാടില്ലെന്നുള്ളത് നമുക്ക് നാണക്കേടായിരിക്കണം. അവരോട് സുവിശേഷം അറിയിക്കുന്നതിനായി സുവിശേഷ പ്രസംഗ സംഘം രൂപമെടുത്തു. ഭാരത സുവിശേഷീകരണം ലക്ഷ്യമാണ്. എന്നാൽ ഈ ഒരു ക്ലയോപ്പാവിൻ്റെ ഭാരം ഉള്ളിലില്ലെങ്കിൽ നമുക്കിത് ഘോഷിക്കാൻ വാക്കില്ല, ശക്തിയില്ല, ഹൃദയം പിടയുന്നില്ല, കാല് ആകെ കൂടെ മുൻപോട്ട് നീങ്ങാത്ത അനുഭവം. ഇപ്പോൾ അവരുടെ കണ്ണിൽ പ്രകാശമുണ്ട്, രണ്ടുപേരുടെയും. അവരുടെ നടത്തയ്ക്കൊരു ദൃഢതയുണ്ട്. There is a new poise and dignity and a well-settled peace in their whole bearing. ഇത് ഈ സുവിശേഷകർക്ക് നമുക്കെല്ലാം വളരെയധികം ആവശ്യമാണ്. പ്രതികരിക്കാൻ സാധിക്കുമോ? നമ്മൾ ചെയ്യുന്നത് ധ്യാന കേന്ദ്രമുണ്ട്, പ്രാർത്ഥനാ മാളികയുണ്ട്. അത് തന്നെ ആളിനെ കിട്ടുന്നില്ല. സുഖമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, കിട്ടുകയില്ല. പിന്നാണോ പോകാൻ ആളിനെ കിട്ടുക? ജാർഖണ്ഡിലേക്ക് വിളിച്ചാൽ ആര് പോകുമെന്നാണ്? കലഹണ്ടിയിലേക്ക് പോകാൻ ആരെയും കിട്ടിയില്ല.
നമുക്കിതെങ്ങനെ ഈ കാര്യം നടത്താൻ സാധിക്കും? മഹാത്മാഗാന്ധി വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നുണ്ട്, ഞാൻ ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദനം അമ്പലത്തിലെ വഴിപാടായി തരം താഴ്ത്തിയവനല്ല. അതായത് പോകുന്ന വഴിക്ക് എറിഞ്ഞു കൊടുക്കുക, ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ, കുറച്ച് രൂപ, നീ കാര്യം സാധിച്ചു തന്നോണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദനം ദൈവത്തിന് കാശ് കൊടുത്തിട്ട് ദൈവത്തോട് പറയുകയാണ്, ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കണം. ഒരു പ്രാർത്ഥനയും മുഴക്കിയിട്ട് അവിടെ നിന്ന് നടന്ന് നീങ്ങുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവവിശ്വാസിയാണ്, പ്രാർത്ഥിക്കുന്നവനാണ്. എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദന അമ്പലത്തിലെ വഴിപാടായി തരം താഴ്ത്തുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദനത്തിനായി അർപ്പണബുദ്ധിയോടെ യജ്ഞിപ്പാൻ ഞാൻ തയ്യാറാണ്. ഒടുവിൽ അർപ്പണം അദ്ദേഹത്തെ എത്തിച്ചത് തൻ്റെ ജീവനെ തന്നെ ഒരു പൂജാപുഷ്പമായി ആ ബലിവേദിയിൽ അർപ്പിക്കുന്ന ഗാന്ധിയെ കാണാം. ഗാന്ധി നമ്മോട് പറയുന്നു, എഴുന്നേൽക്കുക, ഉണരുക, എഴുന്നേൽക്കുക, പോകുക. നിന്നോടൊത്ത് സഹയാത്രികനുണ്ട്. അവൻ്റെ മുഖം വാടിയിരിക്കുന്നതിൻ്റെ കാരണം അവൻ്റെ പ്രത്യാശയായ കർത്താവിനെ അവന് യാതൊരു പിടിയുമില്ല. നമ്മൾ അവരോട് കൂടെ നടക്കുന്നുവെങ്കിലും പറയാൻ മടിക്കുന്നുവെങ്കിൽ നമുക്കതിനെക്കുറിച്ചൊരു ലജ്ജ ഉണ്ടായിരിക്കണം, നാണമുണ്ടായിരിക്കണം. ഈ കൺവെൻഷനിലൂടെ അത്രയെങ്കിലും സാധിച്ചാൽ വലിയ കാര്യമാണ്. ഈച്ച പാറി വീഴുമ്പോൾ ഉദാസീനമായി കൈയാട്ടാനുള്ള പ്രതികരണശേഷി പോലും നഷ്ടപ്പെട്ട ജനതയാണ്. അതും അവിടെ ഇരിക്കട്ടെ, അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന പലഹാരം അതിനോടുകൂടെ അങ്ങ് തിന്നാം. മറ്റേത് വലിയ മെനക്കേടാണ്. ഇതിൽ നിന്ന് നാം എന്ന് രക്ഷ പ്രാപിക്കും? അതിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. ദാവീദ് ബോവാസിൻ്റെയും രൂത്തിൻ്റെയും ഗ്രാൻഡ് സണ്ണാണ്, പ്രപൗത്രനാണ്. ദാവീദിൻ്റെ വംശാവലിയിൽ യേശു ഉൾപ്പെടുന്നു. ശൗലിൻ്റെയും ദാവീദിൻ്റെയും ഗോത്രത്തിൽപ്പെടുന്ന ഒരു സ്ഥലമല്ല ജെറൂസലം. ഇദ്ദേഹത്തിൻ്റെ അസാധാരണമായ ബുദ്ധിയാണ് ഒരു ജനതയാക്കുവാൻ ഈ രണ്ട് ഗോത്രത്തിലും പെടാത്ത ഈ ഭൂപ്രദേശം അദ്ദേഹം മതപരമായും രാഷ്ട്രീയമായുള്ള ക്യാപിറ്റലാക്കി മാറ്റി, ജെറൂസലം. ഇന്നും ഹോളി ലാൻഡ് സന്ദർശിക്കുന്നവർക്ക് ഈ പോസ്റ്റേ കാണാം. മല്ലപ്പള്ളി റാന്നി എഴുതി വെക്കുന്ന പോലെ സിറ്റി ഓഫ് ഡേവിഡ്, ജെറൂസലം. അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ബുദ്ധി വൈഭവമാണ്. ഒരു ഏക ഇസ്രായേൽ എന്ന ബോധത്തിലേക്ക് ജനതയെ നയിച്ച ആളാണ് ദാവീദ്. അദ്ദേഹത്തിൻ്റെ തുടക്കം ക്ലേശകരമാണ്. ഇന്നത്തെ പോലെ നോമിനേഷൻ ബോർഡിൽ അധികം ആളുകളില്ലായിരുന്നു. സാമുവൽ പ്രവാചകൻ വന്നു കഴിഞ്ഞു. നോമിനേഷൻ ബോർഡിൽ ഒറ്റയാളേ ഉള്ളൂ, ഇശായിയോട് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കാൻഡിഡേറ്റ്സ് വരട്ടെ, ഒന്നൊന്ന് ഓരോരുത്തരെ പ്രസൻറ്റ് ചെയ്തു. 7 പേരെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അനക്കമില്ല. നോമിനേഷൻ ബോർഡിലെ ഏകാംഗ കമ്മീഷനായ നോമിനേഷൻ ബോർഡിലെ ഈശായിക്ക് അനക്കമില്ല. വളരെയധികം നിർബന്ധിച്ചാണ് ശാമുവേൽ നിർബന്ധിച്ചു വന്നയാൾ. ഇനിയുമില്ലേ നിൻ്റെ വീട്ടിലാരും? അദ്ദേഹത്തിൻ്റെ പറച്ചിൽ നിന്ന് മനസ്സിലാകും. ഹ്യൂമിലിയേറ്റഡ് ഇൻ ഹിസ് ഹോം. ദാവീദ് ആരാണ്? തൻ്റെ പിതൃഭവനത്തിൽ നിസ്സാരനായി എണ്ണപ്പെട്ടവരാണ്. അപ്പൻ പറഞ്ഞു ഉണ്ട്, പക്ഷെ അവനെ ഈ പണിക്കൊന്നും കൊള്ളുകയില്ല. കൊള്ളുന്ന പണിക്ക് ഞാൻ അയച്ചിരിക്കുകയാണ്, ബേദലഹേം പുൽമാലുകളിൽ ആടുകളെ മേയ്ക്കാൻ. ശമൂവേൽ പറഞ്ഞു, വിളിക്ക്, അവനെ പ്രസൻറ്റ് ചെയ്യ. ഇവിടെ വിളിച്ചുകൊണ്ട് വന്നു. ശമൂവേലിനധികം സമയം എടുക്കേണ്ടി വന്നു. തൈലപ്പൊക്കിൽ നിന്ന് തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്യുന്നു. ഹ്യൂമിലിയേറ്റഡ് ഇൻ ഹിസ് ഹോം. നൗ ഹി ഹാസ് ബിക്കം ദ ഷെപ്പേർഡ് ഓഫ് ഇസ്രായേൽ. ബേദലഹേം പുൽമാലുകളിൽ അപ്പൻ്റെ ആടിനെ തീറ്റി നടന്നവൻ, ഇസ്രായേലിൻ്റെ മധുര ഗായകൻ, ഇസ്രായേലിനെ ഒന്നിപ്പിച്ച രാജാവ്, അസാധാരണക്കാരനായ വാറിയർ, ഭീകരൻ, ഭയങ്കരനായ യോദ്ധാവാണ്. ഏതെല്ലാം തലങ്ങളിൽ
നൗ ഹീ ഈസ് ദ ഷൈനിങ് സ്റ്റാർ ഓഫ് ഇസ്രയേൽ. ഇസ്രയേൽ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കാതെ എന്ത് ഇസ്രയേൽ നമുക്ക് ഓർക്കുക പോലും സാധിക്കുകയില്ല. മരണസമയത്തും നാം ഓർക്കുന്നു ഇസ്രയേലിൻ്റെ മധുര ഗായകനെ. ദാവീദേ, നിൻ്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവൻ്റെ ദിവസങ്ങൾ ആവി പോലെ മഞ്ഞു ആകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തു വാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കുക. മധുര ഗായകനും ഭരണനിപുണനും അനുഗ്രഹീത രാജാവും യോദ്ധാവുമായ ശൗലിൻ്റെ മൗനത്തെ മാറ്റിക്കളയുന്ന വിഷാദ രോഗത്തെ നീക്കുന്ന ഗായകൻ. വീട്ടിൽ മാത്രം ഇങ്ങനെയുള്ളവരുണ്ടോ? ഇവിടെ ഇരുന്ന് കേൾക്കുന്നതിനാണ് ഈ വചനം എൻ്റെ വീടുമായി വല്ല ബന്ധവുമുണ്ടോ? 4 കാശ് പേർഷ്യയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ കൊണ്ടുവരുന്നവൻ വരട്ടെ, അവൻ്റെ വരവിനായി കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കും. ഇവിടെ ഒരുത്തനുണ്ട്, അവൻ എന്തിനു കൊള്ളാം? ബോബി ജോസ് കട്ടികടച്ചൻ്റെ ഭാഷയിൽ, ദൈവം വിളമ്പിയതിനെ, നിൻ്റെ മുമ്പിൽ വിളമ്പിയതിനെ നിരസിക്കാൻ നീ ആരാണ്? ഒടുവിൽ നീ നിൻ്റെ ഭാര്യയും വയസ്സിയെന്ന് വല്ല ഹോസ്പിറ്റലിൽ ചീട്ടെടുത്ത് ആ ബെഞ്ചിലിരിക്കുമ്പോൾ നിങ്ങളോടൊത്തിരിക്കാൻ ഈ അമേരിക്കക്കാരനെയും കുവൈറ്റുകാരനെയും സമയത്ത് കിട്ടില്ല. നീ പോഷൻ എന്ന് പറഞ്ഞ ഈ കൊച്ചനെ കിട്ടുകയുള്ളൂ. അവനെ നിസ്സാരനായി എണ്ണിക്കളയരുത്. അവിടെങ്ങാണ്ട് നടന്നു ഇവിടെങ്ങും നടക്കുന്നില്ല എന്ന് ചിന്തിക്കരുത്. ഈ വചനം നമ്മുടെ വീട്ടിൽ പ്രസക്തമാണ്. ഹ്യൂമിലിയേറ്റഡ് ഇൻ ഹിസ് ഹോം. തൻ്റെ പിതൃഭവനത്തിൽ നിരസിക്കപ്പെട്ടവനാണ് ദാവീദ്. ആ ദാവീദ് ഇസ്രയേലിൻ്റെ രാജാവായി തീരുമ്പോൾ ഒരു പ്രശ്നം വന്നു. അവൻ്റെ ലൈഫ് സ്റ്റൈൽ മാറുന്നുണ്ട്. പഴയ കാലത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അവന് കിട്ടിയ അധികാരം ഭയങ്കരമായിട്ട് ഉപയോഗിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാം. എന്തെങ്കിലും കാര്യം കൈ കിട്ടിയാൽ നമ്മൾ മൂഡ് മറക്കുന്നവരാണ്. ദാവീദിനും അത് സംഭവിക്കുന്നുണ്ട്. ആളുകൾ പൊരിഞ്ഞ യുദ്ധത്തിലാണ്, തൻ്റെ സൈനികരെല്ലാം. The soldiers are in the battlefield. David is relaxing in his palace. എനിക്ക് തോന്നുന്ന ഭവനാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിയിട്ടുള്ള ശബ്ദം ആരവിടെ ആരവിടെ എന്നുള്ളതാണ്. ആടെക്കൂടെ വിറച്ചു പോയ അവസരങ്ങളുണ്ട്. അവിടെ ഇരുന്നു എന്ന കാരണത്താലാണ് ഇതെല്ലാം സംഭവിച്ചത്. ആളുകളുടെ കൂടെ പോയി മുന്നിൽ നിന്ന് യുദ്ധം ചെയ്ത് പരിശീലിച്ച ഒരു യോദ്ധാവ് പാലസിൽ റിലാക്സ് ചെയ്തപ്പോൾ അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. എന്ത് ശബ്ദം കേട്ടാലും ചോദിക്കും, ആരവിടെ? നമുക്ക് ഈ അപകടം നമ്മുടെ വീട്ടിൽ സംഭവിക്കാം, നമ്മിൽ സംഭവിക്കാം. നമ്മുടെ മൂട് മറന്നുള്ള ചിന്തകൾ, ഞാൻ ആരാണെന്ന് ഓർക്കാത്ത അവസരം. ഒരു കാവൽക്കാരൻ പാലസിൻ്റെ മുമ്പിൽ ഒരു ദിനം വേഷപ്രച്ഛന്നനായ രാജാവ് ആ ഗേറ്റിൻ്റെ അവിടെ വന്നു. ദ്വാരപാലകനോട് ചോദിക്കുന്നുണ്ട്. അവൻ ചോദിച്ചു, രാജാവേ, അവൻ അറിയാതെ ചോദിക്കുകയാണ്, ആരാണ്, എവിടെ പോകുന്നു? ഈ 2 ചോദ്യം എപ്പോഴും ചോദിക്കുന്നു അദ്ദേഹം. ഗേറ്റ് കീപ്പറിന് 2 ചോദ്യമുള്ളത്, നീ ആരാണ്, നീ എവിടെ പോകുന്നു? ഇത് കേട്ട രാജാവ് അവനോട് പറഞ്ഞു, ഇങ്ങനെ നീ വരുന്നവരോട് ചോദിക്കുന്നതിന് എത്ര രൂപ കിട്ടും? അവൻ പറഞ്ഞു, 1000 രൂപ കിട്ടും. രാജാവ് പറഞ്ഞു, നാളെ തൊട്ട് ഞാൻ നിനക്ക് മാസം 10,000 രൂപ തരാം. എന്നും രാവിലെ വന്ന് ഈ 2 ചോദ്യം എന്നോട് ചോദിക്കണം. നീ ആരാണ്, നീ എവിടെ പോകുന്നു? പിന്നീട് അവന് മനസ്സിലായി രാജാവാണ്. നമ്മുടെ ജീവിതത്തെ, ഉണ്മയെ, ദ വെരി ബി ടച്ചസ് അവർ വെരി ബീയിങ്. നീ ആരാണ്, നീ എവിടെ പോകുന്നു? എഴുന്നേൽപ്പിൻ, പോകുന്നയാൾ ആരാണ്? നീയോ ദൈവത്തിൻ്റെ മനുഷ്യൻ. എവിടേക്ക് പോകുന്നു? സഹയാത്രികനെയും കൂട്ടി സുന്ദരമായ ഒരു സമൂഹ സൃഷ്ടി നടത്തി ഒടുവിൽ പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് നീങ്ങുന്ന തീർത്ഥാടക സംഘം. അനുഗ്രഹീത മറുപടിയായിരിക്കാം അത്. നമുക്ക് സാധിക്കുമോ? അതോ പൊരിയുന്ന യുദ്ധം നടക്കുമ്പോൾ, സൈനികർ പടക്കളത്തിലായിരിക്കുമ്പോൾ ദാവീദ് തൻ്റെ പൂർവ്വകാലം മറന്ന്
തനിക്ക് കിട്ടിയ അധികാരത്തിൽ പുളയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ പരീക്ഷ ഉണ്ടാകാം. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ ദാവീദിൻ്റെ പതനം അത് നമ്മുടെ പതനമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഡേവിഡ് റിലാക്സിങ് ഇൻ ദ പാലസ്. അത് കഴിയുമ്പോൾ യൂസിങ് ദി എക്സ്ക്ലൂസീവ് ആക്സസ് ടു സെൽഫിഷ് എൻഡ്സ്. അധികാരം വന്നാൽ പ്രത്യേകമായി കിട്ടുന്ന കുറേ ശമ്പളം കിട്ടുന്നതുകൊണ്ടല്ല ഇത്. ആരാണ് സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത് കണ്ടിട്ടുള്ളത്? ഈയിടെ ഒരു അഭിമുഖത്തിൽ കണ്ടു, തള്ളി മാറ്റണം. അല്ലാതെ അങ്ങനെ ഒക്കാൻ ആര് മാറാൻ? ഇത് ആരും മാറില്ല. ഇതിൻ്റെ മാസ ശമ്പളം കൊണ്ടല്ല, ഇതുണ്ടാക്കുന്നതായ ഒരു പ്രത്യേക ഒരനുഭവമുണ്ട്. ഒരു ഫീലിംഗ് ഓഫ് പ്രൊമിനൻസ്, ഇമേജ്, പവർ. ആർക്ക് ഇത് ഒഴിയാൻ സാധിക്കും? എക്സ്ക്ലൂസീവ് ആക്സസ് ടു സെൽഫിഷ് എൻഡ്സ്. എന്തോ ഇതിൻ്റെ അർത്ഥം? വേറെ ആളുകൾ ഒരു കുടിലിരുന്നാൽ ഈ കാഴ്ചയൊന്നും കാണാൻ ഒക്കുകയില്ല. ഇതൊരു പെൻറ്റ് ഹൗസ് എന്ന് പറയും. അവിടെ ഇരുന്നാൽ സകലതും കാണാം. അതിലെ ഒരു കാഴ്ച ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ഭ്രംശത്തിന് കാരണമായി. വഴി ഗതി തെറ്റാൻ ഒറ്റ കാഴ്ചയേ ഉള്ളൂ. അത് സാധിക്കുന്നത് ഇതുകൊണ്ടാണ്. എക്സ്ക്ലൂസീവ് ആക്സസ് ടു സെൽഫിഷ് എൻഡ്സ്. ആളുകൾ പടക്കളത്തിലാണ്, സൈനികർ. ഇയാൾ ഇവിടെ കുത്തിയിരിക്കുകയാണ് ഈ പാലസിൽ. പെൻറ്റ് ഹൗസിൽ നിന്നാൽ എല്ലാം കാണാം. ആരെ കാണുന്നു? അവർ കാണാതെ തന്നെ അവരെ കാണാം. നല്ല അഡ്വാൻറ്റേജസ് പൊസിഷൻ. എന്തൊരു പ്രൊമിനൻസാണിത്! അതെല്ലാം അദ്ദേഹം തൻ്റെ സ്വാർത്ഥ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചപ്പോൾ വീഴ്ച, പതനം, നാശം, നഷ്ടം, നരകം ക്ഷണിച്ച് വരുത്തുകയായിരുന്നു. എന്ത് ക്ഷണിച്ചു വരുത്തി? ഹി സെൻഡ് പീപ്പിൾ. ഹി ടുക്ക് ബത്ശബ ആൻഡ് ഹി ലേ. 3 ക്രിയാപദങ്ങളാണ്. ആളുകളെ അയക്കുന്നു, ബത്ശബയെ കൊണ്ടുവരുന്നു. ഒരുമിച്ചുള്ള ശയനം ദൈവം തമ്പുരാൻ വിലക്കിയിട്ടുള്ള ഒരു കാര്യം. അതോടുകൂടെ നാശം ക്ഷണിച്ചു വരുത്തുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മിഷനറി ഇതുപോലെ വേഗത്തിൽ ആ രാജ്യത്ത് മിഷനറി ചലിച്ചിട്ടില്ല. 2 വാക്കുകളെ ബത്ശബ പറഞ്ഞുള്ളൂ. എന്തോ പറഞ്ഞു? ഐ ആം പ്രഗ്നൻറ്റ്. രാജാവേ, ഞാൻ ഗർഭിണിയാണ്. ദീസ് 2 വേർഡ്സ് ഷാറ്റേർഡ് ഡേവിഡ്സ് ലൈഫ്. ഉറച്ച സിംഹാസനത്തിലിരുന്നയാളാണ്. ഈ 2 ബത്ശബയുടെ വാക്കുകൾ ഹ്രസ്വമാണ്, അതിശക്തമായ വാക്കുകൾ. ഞാൻ ഗർഭിണിയാണ്. ആ 2 വാക്കുകൾ ദാവീദിൻ്റെ സിംഹാസനത്തെയും ജീവിതത്തെയും ഉലച്ചു കളഞ്ഞു. അതുകൊണ്ട് അതിവേഗം ഈ മിഷനറി രാജ്യത്തിൻ്റെ ചലിക്കുകയാണ്. എന്ത് ചെയ്യുന്നു? ഊറിയായെ വിളിപ്പിക്കുകയാണ്. ബത്ശബയുടെ വിവാഹത്തിലുള്ള ഭർത്താവിനെ വിളിക്കുകയാണ്. അപ്പീസിങ് ഹിം, എൻറ്റൈസിങ് ഹിം, ഇത് രണ്ടും വഴങ്ങാതെ വന്നപ്പോൾ എക്സിക്യൂട്ട് ഹിം. ആദ്യം പ്രജാവത്സലനായ രാജാവെന്ന് തോന്നും. നീ ഒരുപാട് യുദ്ധം ചെയ്തതല്ലയോ? നിൻ്റെ വീട്ടിൽ ഒന്ന് കഴിയുക. അവൻ രാജകൊട്ടാരത്തിൽ ഉറങ്ങി. വീണ്ടും നിർബന്ധിച്ച് നോക്കിയപ്പോൾ വഴങ്ങുന്നില്ല. അതിൻ്റെ ഒറ്റ കാരണം ഒരു വാചകത്തിൽ ഇങ്ങനെ പറയാം: മൂടുമറന്ന് ദാവീദ് രാജാവ് ലൈഫ് സ്റ്റൈൽ മാറ്റിക്കാണും. ഈ യോദ്ധാവായി ഊറിയ രാജാവ് നിർബന്ധിച്ചിട്ടും അവൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റിയില്ല. പടക്കളത്തിൽ പൊരിഞ്ഞ യുദ്ധം നടക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയിരിക്കുകയോ? സാധിക്കില്ല. അപ്പീസിങ് ഹിം, എൻറ്റൈസിങ് ഹിം, മദ്യം വരെ കൊടുത്തു നോക്കി. വരയെന്ന് പറഞ്ഞാൽ ഇന്ന് അതേ ഉള്ളൂ. അതുകൊണ്ട് വരയെന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? ഇന്നതിന് വലിയ അർത്ഥമില്ല. മൂന്നാമത് എക്സിക്യൂട്ട് ഹിം, അവനെ നിഗ്രഹിക്കുക. ദ ക്രാസ്, CRASS,
എംപ്ലോയ്മെൻ്റ് ഓഫ് പവർ. അർത്ഥമെന്ത്? നെറികെട്ടതായ അധികാര ദുർവിനിയോഗം. ഇതിൽ കൂടുതൽ നെറികെട്ട അധികാര ദുർവിനിയോഗം നടത്തിയ ആളുണ്ടോ ചരിത്രത്തിൽ? തൻ്റെ അനുഗ്രഹീതനായ ഒരു യോദ്ധാവിനെ അവൻ്റെ ഭാര്യ 2 വാക്കുച്ചരിച്ചപ്പോൾ സിംഹാസനവും രാജ്യവും ആകെക്കൂടെ തകിടം മറിയുന്നതായി തോന്നിയ രാജാവിന് അധികാരത്തിൻ്റെ ലഹരി തലയ്ക്ക് പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, 2 കാര്യത്തിൽ തന്ത്രം ഉപയോഗിച്ചോളും വീഴുന്നില്ല, ഇവനെ വീഴ്ത്തിയിട്ടേ ഉള്ളൂ കാര്യം. അവനെ കൊല്ലുവാൻ രഹസ്യമായി സൗകര്യപൂർവ്വം കൊല്ലുന്നതിന് ആരെ ആവശ്യമുണ്ട്? ദല്ലാളന്മാരെ ആവശ്യം. അധികാര ദല്ലാളന്മാർ ദാവീദിന് അധികമില്ല, കുറച്ചുണ്ടായിരുന്നു. നാടൻ ഭാഷയെ ശിങ്കിടികൾ എന്ന് പറയും. രാജാവിൻ്റെ ഇമേജ് അവരാണ് സൂക്ഷിക്കുന്നത്, അത് പെർപെക്ച്വേറ്റ് ചെയ്യുന്നത് അവരാണ് ദുർവിനിയോഗം അധികാരത്തിൻ്റെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സഹായിക്കുന്നവർ. യോവാബ് എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. ലെഫ്റ്റനൻ്റാണ്, സൈനികരുടെ നേതാവാണ്. യോവാബിനെ ഒരിക്കൽ ഈ ദാവീദ് ശപിച്ചതാണ്, അബ്നേറിനെ കൊന്നതിന്. എന്നാൽ ഈ കാര്യം വന്നപ്പോൾ അവരുടെ പരസ്പര സഹായ സംഘമാണ് നടക്കുന്നത്. യോവാബിനെ കൂട്ടുപിടിക്കുകയാണ്. ബുദ്ധിശാലിയാണെന്ന് യാദവിനറിയാം. എന്ത് ചെയ്യണം? അവൻ സൗകര്യപൂർവ്വം സംശയരഹിതമായി ഉറിയാവിനെ കൊല്ലണം. ഉറിയാവിൻ്റെ കയ്യിൽ തന്നെ അവൻ്റെ ഡെത്ത് വാറണ്ട് കൊടുക്കുന്ന കരുണയില്ലാത്ത യജമാനനായി മാറിപ്പോയുള്ളൂ ദാവീദ്. എത്രയോ കരുണയുള്ളവൻ, ഒരിക്കലും ആട്ടിടയൻ്റെ ഹൃദയം നഷ്ടപ്പെടാത്തവൻ. ഒരു ലെറ്റർ എഴുതി ആരെ കൊല്ലാനാണോ ഓർഡർ, അത് അവൻ്റെ കയ്യിൽ തന്നെ മടക്കി കൊടുക്കുകയാണ്. നീ ചെന്ന് യോവാബിനെ ഏൽപ്പിക്കണം. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും യോവാബ് നോക്കിയിട്ട് ഒന്നും ചോദിക്കുന്നില്ല. രാജാവിനോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. രാജാവിൻ്റെ മനസ്സ് ശരിക്കറിയുന്ന ശിങ്കിടിയുടെ പേരാണ് യോവാബ്. ഒരു ധ്യാന പുസ്തകത്തിൽ പറഞ്ഞു, 2 പുസ്തകങ്ങൾ എഴുതണം യോവാബിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ. ഒന്ന്, നല്ല ബുദ്ധിയുള്ള ദാവീദിനോട് വളരെ ലോയലായിട്ടുള്ള ലെഫ്റ്റനൻറ്റ്, അതാണ് ഒരു ബുക്ക്. രണ്ടാമത്തതിൽ മറ്റൊരു വ്യക്തിത്വമാണ് തെളിയുന്നത്. രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. 2 ബുക്കുകൾ എഴുതേണ്ടി വരും യോവാബിനെക്കുറിച്ച്, അത്രയും സ്വഭാവമാണ്. രാജാവിനോടുള്ള ലോയൽറ്റിയിൽ കറതീർന്നതായിട്ടുള്ള ലോയൽറ്റിയാണ്. എന്നാൽ എന്തൊരു ഭയങ്കരമാണ് സെൽഫിഷ് റൂത്ത്ലെസ്നെസ് ടു കീപ് ഹിസ് പവർ. അവൻ്റെ തന്നെ ആ സൈന്യത്തിലെ സ്ഥാനം ഉറപ്പിക്കുവാൻ എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. രാജാവിൻ്റെ സ്ഥാനം നിലനിർത്തുന്നതോടൊപ്പം തൻ്റെ സ്ഥാനവും നിർത്തുക. വിൻഡിക്റ്റീവ് ട്രച്ചറി, ഭയങ്കരമായ പ്രതികാര ബുദ്ധിയാണ്. അതിൻ്റെ ആൾരൂപമാണ് യോവാബ്. അദ്ദേഹത്തെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഒരിക്കൽ അബ്നേറിനെ കൊന്നപ്പോൾ കുറ്റമില്ലാത്ത രക്തത്തെ ചൊരിഞ്ഞു എന്ന് പറഞ്ഞ് ശപിച്ചതാണ് യോവാബിനെ ദാവീദ്. യോവാബിനെ കൂട്ടുപിടിച്ചിട്ട് പറഞ്ഞു, അവൻ്റെ ദൗത്യം ക്ലിയറാണ്, സൗകര്യപൂർവം എന്നാൽ സംശയരഹിതമായി അവനെ നീക്കം ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യും പടക്കളത്തിൽ. അതിലും ബുദ്ധി യോവാബ് രാജാവിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഒരാളെ തന്നെ കൊന്നാൽ സംശയത്തിൻ്റെ സൂചി ഒന്നുകിൽ രാജാവിൻ്റെ മേൽ അല്ലെങ്കിൽ യോവാബിൻ്റെ മേൽ വരുമെന്നറിഞ്ഞതുകൊണ്ട് രാജാവിനേക്കാൾ ബുദ്ധി പ്രയോഗിച്ചിട്ട് യുദ്ധക്കളത്തിൽ പട വളരെയധികം കൂടിയ സ്ഥാനത്ത് ഒരു സംഘത്തെ ചാവേർപ്പട പോലെ നിർത്തുകയാണ്. ഒരാൾ മാത്രം പോകരുത്. കൂടെ കുറേ സൈനികരുടെ ചത്തു കഴിഞ്ഞാൽ ആരും സംശയിക്കുകയില്ല. അത് കഴിഞ്ഞൊരു മെസ്സഞ്ചറെ ട്രെയിൻ ചെയ്യുകയാണ്. അവൻ്റെ കയ്യിൽ കൊടുത്തെങ്കിലും അവനൊരു പിടിയുമില്ല. ലൈൻ്റെ ഇടകൾ വരികൾക്കിടയിൽ വായിക്കാൻ യോവാബിനറിയാം. ഏത് കാര്യത്തിൽ രാജാവ് സന്തോഷിക്കും, ഏത് കാര്യത്തിൽ രാജാവ് ദുഃഖിക്കും, ഇത് രണ്ടും വലിയ നീതിബോധത്തിൽ നല്ലെന്നും യോവാബിനറിയാം. ശരിക്ക് രാജാവിനെ അറിയാവുന്നതാണ്. അതുകൊണ്ട് യുദ്ധ റിപ്പോർട്ടൊന്നും രാജാവിന് വിഷയമല്ല എന്നറിയാം. അതിലെ ഒരൊറ്റ ലൈൻ മാത്രമാണ് രാജാവിന് താല്പര്യം. അതെന്താണ്? അതേക്കുറിച്ച് മെസ്സഞ്ചറുടെ കയ്യിൽ കൊടുത്തയക്കുകയാണ്. ദാവീദ് നോക്കി, വാചകം ഇങ്ങനെയാണ്:
രാജാവേ, നിൻ്റെ ഭൃത്യനായ ഊരിയാവ് മരിച്ചുപോയി. പടക്കളത്തിൽ കുറേ പേര് പോയതിലാദ്യം ക്ഷോഭം, അത് കഴിഞ്ഞ ഉടനെ തണുക്കുന്നു, സന്തോഷം. എൻ്റെ വിശ്വസ്തനായ യോവാബ് കാര്യം സാധിച്ചിരിക്കുന്നു. ലെറ്റ് ദിസ് നോട്ട് ബി ഈവിൾ ഇൻ യുവർ സൈറ്റ്. മറുപടി കൊടുത്തയച്ചു. അനിഷ്ടമാണെന്ന് നിനക്ക് തോന്നേണ്ട കാര്യമില്ല. യോവാബ് മറുപടി ലഭിച്ചു. ഈ അവാർഡ് നാടകം അവസാനിക്കുകയാണ്. അധികാര ദല്ലാളിൻ്റെ ശുഭപര്യവസായിയായ നാടകം. രാജാവിന് സമാധാനം, യോവാബിന് പ്രശംസ. ഇത് ജീവിതത്തിൽ നടക്കുന്നു. എവിടെയെല്ലാം അധികാരമുണ്ടോ അവിടെയെല്ലാം നടക്കാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ ഇതിനിടയിൽ നമുക്കറിയാം, there is a pock in the wheel. അങ്ങനെ സുഗമമായി വണ്ടി ഉരുണ്ട് പോകുമെന്ന് ആരും വിചാരിക്കരുത്. സുഗമമായി വണ്ടി ഉരുണ്ട് പോയില്ല. യോവാബ് മാത്രം കണ്ടു എന്ന് ചിന്തിക്കരുത്. യോവാബ് മാത്രം അറിഞ്ഞു എന്ന് ചിന്തിക്കരുത്. ദ ഹോക്ക് ദാറ്റ് ഗോഡ് ഈസ്. ജാഗരൂകനായ ദൈവം ജീവിക്കുന്നു. ദാവീദേ, നിനക്കങ്ങനെ ഒരു പെർഫെക്റ്റ് ക്രൈം ചെയ്യാൻ നീ എത്ര അധികാരമുള്ളവനാണെങ്കിലും സാധിക്കില്ലെന്ന് ഓർത്തുകൊള്ളുക. ഡേവിഡ് സെൻഡ് പീപ്പിൾ ടു വാർ. നിരനിരയായി ക്രിയാപദങ്ങളാണ്. ഡേവിഡ് സെൻഡ് പീപ്പിൾ ടു വാർ. ഡേവിഡ് സെൻഡ് പീപ്പിൾ ടു എൻക്വയർ അബൌട്ട് ബത്ശബ. ഡേവിഡ് സെൻഡ് പീപ്പിൾ ടു ബ്രിങ് ബത്ശബ. ഡേവിഡ് സെൻഡ് പീപ്പിൾ ടു കോൾ ഉറിയ. ഡേവിഡ് സെൻഡ് എ ലെറ്റർ ടു യൂറിയ. 5 പ്രാവശ്യം അയച്ചവനാണ്. അധികാരിയല്ലേ, എന്തും ചെയ്യാം. 6ാമത്തെ പ്രാവശ്യം അയച്ചത് ഈ രാജാവല്ല, ദൈവമെന്ന രാജാക്കന്മാരുടെ രാജാവ്, എല്ലാം കാണുന്നവൻ. സങ്കീർത്തനക്കാരൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഗോഡ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻസോംനിയാക്. നിദ്രാവിഹീനനായ ദൈവം, ശ്രദ്ധാലുവായ ദൈവം, ജാഗരൂകനായ ദൈവം. നിനക്ക് ഇതിനകത്തൊരു അനിഷ്ടവും വിചാരിക്കരുത് എന്ന് നിനക്ക് എഴുതാം യോവാബിന്. എന്നാൽ ദിസ് ഈസ് ഈവിൾ ഇൻ മൈ സൈറ്റ്, ഐ ലുക്ക് അറ്റ് ഇറ്റ് ഇൻ അനദർ പെർസ്പെക്റ്റീവ്. അത് ദാവീദിനോട് ദൈവം പറയുന്നത് അതാണ്. നിനക്ക് യോവാബിന് അങ്ങനെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. ലെറ്റ് ദിസ് നോട്ട് ബി ഈവിൾ ഇൻ യുവർ സൈറ്റ്. God said, this is evil act. നിന്റെ പാപം അഡൽട്ടറി അല്ല, വ്യഭിചാരമല്ല നിന്റെ പാപം. Now the king of Israel has become a murderer. കൊലപാതകനായി കഴിഞ്ഞു നീ. നിന്റെ അടുക്കിലേക്ക് നീ എത്ര പ്രാവശ്യം അയച്ചു? പടക്കളത്തിലേക്ക് ആളുകളെ അയക്കുന്നു, ബത്ശബയുടെ അടുക്കൽ ആളുകളെ അയക്കുന്നു, കൊണ്ടുവരാൻ ആളുകളെ അയക്കുന്നു. അത് കഴിഞ്ഞ് ഊറിയാവെ വിളിപ്പിക്കാൻ ആളുകൾ അയക്കുന്നു, ഊറിയാവിൻ്റെ കയ്യിൽ എഴുത്ത് കൊടുത്ത് അയക്കുന്നു. എല്ലാം അയക്കലാണ് 5 പ്രാവശ്യം. ഇവിടെ ഡിസൈസീവ് വേർബ് ഗോഡ് യൂസസ്. ഗോഡ് സെൻറ്റ്. ആരാന്ന് പറയാമോ? ക്വിസ് കോമ്പറ്റീഷൻകാർ. ആരെ അയച്ചു? നാഥാൻ. എനിക്ക് തോന്നുന്നത് മൊബൈലുണ്ടായിരുന്നെങ്കിൽ, ആ പാലസിൽ രഹസ്യമായി വെച്ചിരുന്നെങ്കിൽ കൂടെ കൂടെ കേൾക്കുന്ന ശബ്ദം ഒന്നേ ഉള്ളായിരുന്നു. ആരവിടെ? ആര് ചെല്ലാനാണ്? ഭയമാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിനം ആരവിടെ എന്നുള്ള രാജാവിൻ്റെ ചോദ്യത്തിന് മറുപടി കിട്ടി. യുവർ ഫ്രണ്ട് നാഥാൻ ഹാസ് കം. നിന്റെ സ്നേഹിതനായ നാഥാൻ എത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള സ്നേഹിതർ നല്ലതാണ്. ദാവീദിന് ശൗലിൻ്റെ മകൻ യോനാഥാൻ. ദാവീദിന് ഇതാ മറ്റൊരു സ്നേഹിതൻ നാഥാൻ. എന്തെങ്കിലും ഗുണമായിരിക്കും. ബാർക്കലിയാച്ചൻ്റെ ഭാഷയെ പറഞ്ഞാൽ an oasis of sweetness in the desert of bitterness. വളരെ ദുഃഖിതനായ ദാവീദിന് ഇവൻ്റെ വരവ് നല്ലതായിരിക്കുമെന്ന് ചിന്തിച്ചു കാണാം. നാഥാൻ വന്നു. പോയ വഴി അനുഗ്രഹീതനാണ് നാഥാൻ. നാഥാൻ discovered a story. He is prayerful enough to find a way of appealing to his heart,
to king's heart. At the same time, bold enough and frank enough to say, thou art the man who did this crime. വളരെ പ്രാർത്ഥനാപൂർവം നെയ്തെടുത്ത കഥയാണ് ധനികൻ്റെ ആടുകളുടെയും ദരിദ്രൻ്റെ പെൺകുഞ്ഞാടിൻ്റെയും കഥ. ഒടുവിൽ കഥ അവസാനിക്കാൻ നേരത്ത് സിംഹാസനത്തിലിരുന്ന രാജാവ് ചാടി എണീറ്റ് പറയുന്നുണ്ട്, അവൻ മരണയോഗ്യൻ. നാഥാൻ സീസ് ദി ഓപ്പർച്യൂണിറ്റി. അവസരം പാഴാക്കിയില്ല നാഥാൻ. താൻ എന്തിനു വേണ്ടി വന്നോ അക്കാര്യം വെളിപ്പെടുത്തുകയാണ്. എന്തിനാണ് വന്നത്? Nathan took upon himself the task of telling David that the end seal is put on your kingdom. നിന്റെ രാജ്യം അവസാനിച്ചിരിക്കുന്നു, അതിന് സീല് വെക്കാൻ വന്നിരിക്കുകയാണ്. ആർക്കും ഇഷ്ടമല്ല പ്രിയ സത്യം. നാഥാൻ അത് ഏറ്റെടുത്തതാണ്, സുന്ദരമായി അവതരിപ്പിച്ചു. രാജാവ് തന്നെ ഒക്കേഷൻ ഉണ്ടാക്കി. ആ അവസരം നാഥാൻ ശരിക്കുപയോഗിച്ചു. അവൻ മരണയോഗ്യനെന്ന് പറയുകയും നാഥാൻ പറഞ്ഞ ആ മനുഷ്യൻ നീ തന്നെ. 2 ശമൂവേൽ 12-ാം അധ്യായം 7-ാം വാക്യം. നാഥാൻ ദാവീദിനോട് പറഞ്ഞത് ആ മനുഷ്യൻ നീ തന്നെ. Thou art the man who did this crime. ശാന്തമായി, എങ്കിലും സത്യത്തിൻ്റെതായ ഇടിമുഴക്കം അതിലുണ്ടായിരുന്നു. ലീഡിങ് ഡേവിഡ് ടു കൺവിക്ഷൻ, കൺഫെഷൻ ആൻഡ് ക്ലൻസിങ്. എന്തൊരു നല്ല സ്നേഹിതനാണ്. ഇത്തരത്തിലുള്ള സ്നേഹിതരെ ഏതധികാരിക്കും അതിൽ കൂടുതൽ ദൈവം തരാൻ ഒന്നുമില്ല. ദ ഗ്രേറ്റസ്റ്റ് ഗോഡ് ഗിവൺ ഗിഫ്റ്റ് ടു ഡേവിഡ് ഈസ് നാഥാൻ. ശിങ്കിടികളുണ്ടായിരുന്നു, അവരെല്ലാം ഓടി മറയും അധികാരം പോയി എന്ന് കണ്ടാൽ. ഇതാ നാഥാൻ നിൽക്കുന്നു. നിൻ്റെ രാജ്യവും രാജ്യത്വവും എല്ലാം തീരാറായിരിക്കുന്നു. ഇനിയുമെങ്കിലും നിൻ്റെ സമാധാനത്തിനുള്ള വഴി അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇനിയുമെങ്കിലും അത് ശരിക്കേറ്റു. നമ്മളെക്കാൾ എത്രയോ നല്ലവനാണ് ദാവീദ്. ഈ ഒരൊറ്റ കഥ, ഇവിടെ 7 ദിവസമായി കഥകളുടെ സമാഹാരം, എന്തെല്ലാം കേൾക്കണം, ഒരു മാറ്റവുമില്ല. ഒരു ചെറിയ കഥയാണ് നാഥാൻ്റെ. അതെന്ത് ചെയ്തു? ലീഡിങ് ഹിം ടു കൺവിക്ഷൻ, കൺഫെഷൻ ആൻഡ് ക്ലെൻസിങ്. ഒരു റിപ്പൻറ്റൻസിലേക്കും റിഫോർമേഷനിലേക്കും നയിക്കുകയാണ് ദാവീദിനെ. ദാവീദ് ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു, ശ്രദ്ധിക്കണേ. ഒരു കുളിക്കുന്ന സ്ത്രീയാണ് ജീവിതത്തിൻ്റെ ഭ്രംശം ഉണ്ടാക്കിയതെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ദൈവത്തോടുള്ള ദാവീദിൻ്റെ അപേക്ഷ കേൾക്കണമോ? എന്നെ കഴുകുവാൻ, ശുദ്ധീകരിക്കുവാൻ എനിക്കൊരലക്കുകാരനെ, മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകി വെടിപ്പാക്കുന്ന ഒരുവനെയോ ഒരുവളെയോ ദൈവമേ നീ എനിക്ക് തന്നാലും. There was aberration in David's life through a bathing woman. ഇപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും ഒടുവിലായി ദൈവത്തോട് യാചിച്ചതാണ്, എന്നെ കല്ലേലിട്ട് അലക്കണം, ക്ലീൻ മീ, പർജ് മീ. എൻ്റെ മാലിന്യങ്ങൾ നീക്കുവാൻ എന്നെ അലക്കിയാലും അതിൻ്റെ വേദന ഞാൻ സഹിക്കട്ടെ. ഇത് ദൈവത്തോട് പറയുന്ന ദാവീദുണ്ടെങ്കിൽ നമ്മൾ ആര് ദാവീദിനെ കുറ്റം പറയാൻ? അനുതാപത്തിൻ്റെ കണ്ണുനീര് കൊണ്ട് അവസാന കൈക്ക് ദാവീദ് സുവർണ ശ്രേണികളുണ്ടാക്കി. അതിൽ ചവിട്ടി മനുഷ്യത്വത്തിൻ്റെ മഹോന്നതമായ മേഖലയിലേക്ക് നടന്ന അനുഗ്രഹീതനാണ് ദാവീദ്. നമ്മളെവിടെ കിടക്കുന്നു? ദാവീദ് അത് ചെയ്തു, ഇത് ചെയ്തു, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുക. ഞാനോ രക്ഷപ്പെട്ടില്ല. ദാവീദ് രക്ഷപ്പെട്ടു കഴിഞ്ഞു. അവൻ ദൈവത്തോട് യാചന കഴിക്കുന്നു. ആ രക്ഷയുടെ സന്തോഷത്തിലേക്ക് നമുക്ക് വരയണം. ഇനിയും 10 മിനിറ്റുണ്ട്. നമുക്ക് 12 മണിക്ക് തന്നെ അവസാനിപ്പിക്കാം. രണ്ട് മൂന്ന് പിക്ചേഴ്സ് മനോരമയിൽ വന്നു. ഒന്ന്, നമുക്ക് ആ കുഞ്ഞ് പോയ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ ഇഷ്ടമാണ്. ആ കുഞ്ഞിനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുമ്പോൾ മനോരമയുടെ ഒരു ഫോട്ടോഗ്രാഫർ അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, കൈ വിറയ്ക്കാതെ അതൊക്കെ എങ്ങനെ എടുത്തു? ഒരു കൊച്ച്
നിർമ്മല ശിശു ഒരു പുതപ്പ് കൊണ്ട് മൂടിയിട്ടുണ്ട്. അടിക്കുറിപ്പ് അവരുടേതാണെങ്കിലും ഹൃദയ ദ്രവീകരണ ക്ഷമതയുള്ള അടിക്കുറിപ്പാണ്. മനോരമയിൽ ആ പിക്ചറിൻ്റെ അടിയിൽ കുറിച്ചു, വിളിക്കല്ലേ എന്നല്ല, വാചകം ശരിയായ കൊച്ചൻ്റെ ആകത്തില്ല, വിളിച്ചല്ലേ മോൾ ഉറങ്ങുകയാണ്. പക്ഷേ ആ കുട്ടി ശോഭയേറിയ നാട്ടിൽ എത്തിക്കഴിഞ്ഞു. അത് നമുക്കിഷ്ടമാണ്, അക്കരയ്ക്ക് യാത്ര ചെയ്യുക. ആ കുട്ടി അവിടെ പോകും. അത് നമ്മുടെയും ഈ ജീവിതയാത്രയുടെ പരിസമാപ്തി ആയിരിക്കണം, യാതൊരു സംശയമില്ല. മറ്റൊന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞൊരു ബാലിയെ, ഒരു പെൺകുട്ടിയെ ഇട്ടിട്ട് നീതു എന്ന അമ്മ മറഞ്ഞു കളഞ്ഞൊരു രാത്രി വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിലേക്കൊക്കെ നയിക്കുന്ന കാര്യം, അവിടേക്ക് നമ്മൾ എന്നാണ് പോവുക, എന്നാണ് സഭ നീങ്ങുക? വത്സാ ജോണിനെ വിട്ടേച്ച് ഇവിടെ ഇരുന്നാൽ മതിയോ? ഇങ്ങനെയുള്ള തിരോധാനത്തിൻ്റെ പിന്നിൽ പല കാര്യങ്ങൾ കാണും. അത് പ്രോബ് ചെയ്ത് അവരായിരിക്കുന്നിടത്തേക്ക് എന്നാണ് പോവുക? ജീവിതത്തിൽ തോറ്റുപോയവർ. എസ് ശാരദക്കുട്ടി പരുമല മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അംഗങ്ങൾക്കിടയിൽ നിന്ന് പങ്ക്തിയിൽ മനോരമയിൽ എഴുതും. ഈ കഴിഞ്ഞ ആഴ്ച വന്നത് നമുക്ക് പറ്റിയതാണ്. അവിടേക്ക് നമ്മൾ എന്നാണ് പോവുക? അതാണ് അതിൻ്റെ ഹെഡിങ്. നമ്മുടെ തീം എന്താണ്? എഴുന്നേൽപ്പീൻ, നാം പോകാം. ശാരദക്കുട്ടി ചോദിക്കുന്നു, അവിടേക്ക് നമ്മൾ എന്നാണ് പോകുന്നത്? 6ാം ക്ലാസ്സിൽ അവർ ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരുമിച്ച് പഠിച്ച കുട്ടിയുടെ പേര് ഗ്രേസി എന്നാണ്. അവർ പഠിക്കുമ്പോഴാണ് ഓൾ പ്രൊമോഷൻ. ഗ്രേസി അല്ലേ ജയിക്കില്ലായിരുന്നു, ജേസി ജയിച്ച് 7ാം ക്ലാസ്സിലായി. പക്ഷേ കീറ്റ്സിൻ്റെ ഒരു പദ്യം മനഃപ്പാഠമാക്കണം, സാധിച്ചില്ല. ടീച്ചർ കരിശം. ഒടുവിൽ ഹെഡ് മാസ്റ്ററുടെ മുറി കൊണ്ട് നിർത്തി. അധ്യാപകർ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേസി ഒരു ചോദ്യം ഹെഡ് മാസ്റ്ററോട് ചോദിച്ചു. ചോദ്യം ഇതായിരുന്നു, ഞാൻ തോറ്റ കുട്ടിയല്ലേ, എന്തിനാണ് എന്നെ ജയിപ്പിച്ചത്? അത് കഴിഞ്ഞ് എന്നെ ഇത്തരത്തിൽ ദുഃഖിപ്പിക്കുന്നത് എന്തിനാണ്? ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ നിന്ന് വടി താഴെ പോയി. ആ ചോദ്യത്തിൽ ദാർശനികതയുടെ മാനമുണ്ട്. ഞാൻ തോറ്റ കുട്ടിയാണ്, ഓൾ പ്രൊമോഷൻ, എന്നെ ജയിപ്പിച്ചത് എന്തിനാണ്? എന്നിട്ട് അത് പഠിച്ചില്ല, ഇത് പഠിച്ചില്ലെന്ന് പറയുന്നു. ഞാൻ ഇടയും, വള്ളംകുളത്തെ ആനയെപ്പോലെ ഇടയും. സമൂഹം അത് ചെയ്യുന്ന ആളുകളെ നന്നാക്കാൻ വടിയുമായി, പഴയ ചുരലുമായിട്ടാണ്. അവരോട് ഇടയുന്നതായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ തല്ലിക്കൊല്ലാനൊന്നും ശ്രമിക്കരുത്. അവരിടയുക തന്നെ ചെയ്യും. കാര്യം ആ ചോദ്യത്തിൽ ഞാൻ തോറ്റ കുട്ടിയാണ്, എന്നെ ജയിപ്പിച്ചത് എന്തിനാണ്? അതിൽ ദാർശനികതയുടെ മാനമുണ്ട്, ഡയമെൻഷൻ. പിന്നെന്തുകൊണ്ട്? കാവ്യാത്മകതയുണ്ട്, സർഗാത്മകതയുടെ കലാപമുണ്ട്, നിസ്സഹായതയുടെ വേദനയുണ്ട്. അവിടേക്ക് നമ്മൾ എന്നാണ് പോവുക? നമുക്ക് സാധിക്കുമോ? റിംബോ. ഞാൻ ആദ്യമായിട്ട് ഈ ആർട്ടിക്കിൾ അവസാനിക്കുമ്പോൾ റിംബോയുടെ ചോദ്യം ചോദിച്ചാണ് ശാരദക്കുട്ടി അവസാനിപ്പിച്ചത്. ഞാനപ്പോൾ എഴുത്തുകാരിയെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആർതർ റിംബോ എന്നാണ്. ആർതർ റിംബോ 37 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. 19ാം വയസ്സിൽ എഴുത്ത് നിർത്തിയ ആളാണ് റിംബോ. ഫ്രഞ്ച് പോയറ്റ്, 19th സെഞ്ച്വറി. 37 വയസ്സ് വരെ ജീവിച്ചെങ്കിലും 19 എഴുത്ത് നിർത്തി. അദ്ദേഹത്തെ വിക്ടർ ഹ്യൂഗോ പറഞ്ഞു ഇൻഫന്റ് ഷേക്സ്പിയർ. ആളിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. എന്താണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്? അവിടേക്ക് നമ്മൾ എന്നാണ് പോവുക? അവിടേക്ക് നമ്മൾ എപ്പോഴാണ് പോവുക? കടലോരങ്ങളും പർവ്വതങ്ങളും കടന്നുള്ള അവിടേക്ക്. ഒരു പുതിയ സൃഷ്ടിയുടെയും പുതിയ വിവേകത്തിൻ്റെയും ഉൽപ്പത്തിയെ അഭിവാദനം ചെയ്യുവാൻ, പ്രജാപീഡകരുടെയും രാക്ഷസരൂപങ്ങളുടെയും പലായനം കാണാൻ, അന്ധവിശ്വാസങ്ങളുടെ അന്ത്യം കാണാൻ, പുതിയതിനെ വരവേൽക്കാൻ നാം എപ്പോഴാണ് അവിടേക്ക് പോകുക? 19ാം നൂറ്റാണ്ടിൽ റിംബോ എന്ന കവി ഉയർത്തിയ ചോദ്യമാണ്. നമുക്ക് പത്രത്തിൽ ഫോട്ടോ കാണുക, അത് കഴിഞ്ഞ് കുറച്ച് പേരൊക്കെ കരയുമായിരിക്കും. ഇതിൻ്റെ കാരണങ്ങളിലേക്ക് രാഹുലിൻ്റെ അമ്മയുടെ ഖേദം, അന്വേഷണം നിർത്തിയല്ലോ CBI. അന്വേഷിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ടായിരുന്നു, രാഹുലിനെ തിരികെ കിട്ടും. യേശുവിനെ മനസ്സിലായതുകൊണ്ട് അന്വേഷണം നിർത്തിയിരിക്കുകയാണോ? ആർക്ക് ദൈവത്തെ യേശുവിനെ മനസ്സിലാക്കാൻ പൂർണ്ണമായും ഈ സത്വാന്വേഷണം
യേശുവിനെ അറിയാനുള്ള ബർന്നബാസ് തിരുമേനിയെ കൊച്ചുജോസിയുടെ പാട്ടാ പാടി കൊതി നമുക്കുണ്ടായിരിക്കണം. നിശ്ചയമായും അവൻ നമ്മോട് കൂടെ സഹയാത്രികനായി. ക്ലയോപ്പാവിൻ്റെ കൂടെ പോയ ആൾ മാത്രമല്ല. ക്ലയോപ്പാവ് കളിയാക്കി ചോദിച്ചാലും അവൻ്റെ അന്തരംഗത്തിൻ്റെ ആത്മാർത്ഥതയെ യേശു മനസ്സിലാക്കി. അവനാണ് മനുഷ്യൻ, ക്ലയോപ്പാവാണ് ശിഷ്യൻ. എന്തൊരു ചോദ്യമാണ് അവൻ ചോദിക്കുന്നത്. യേശുവിനെ അറിയാത്തത് ഇതുപോലെ ഒരു ലജ്ജാകരമായ സംഗതിയില്ലെന്ന്. നമുക്കിതിൽ വല്ലൊരു ലജ്ജയുണ്ടോ? പൗലോ കൊയ്ലോയുടെ ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഥ ഇതാണ്. ഒരു യജമാനൻ, അവൻ്റെ ദാസൻ പാവമാണ്. ഒരു ദിനം ഈ ദാസൻ യജമാനൻ്റെ അടുക്കൽ ഒരു അപേക്ഷ വെച്ചു. എനിക്ക് കുറച്ച് രൂപ വേണം. യജമാനൻ ചിന്തിച്ചിട്ട് പറഞ്ഞു, ഒരു കണ്ടീഷൻ, അടുത്തുള്ള മലയിൽ ഈ വരുന്ന രാത്രിയിൽ നീ രാത്രി മുഴുവൻ അതിൻ്റെ മണ്ടയ്ക്ക് മുകളിൽ ചെലവഴിക്കണം. അവൻ അവിടുന്ന് ദുഃഖിതനായി തിരിഞ്ഞു നടന്നിട്ട് തൻ്റെ കൂട്ടുകാരനെ കണ്ട് തൻ്റെ പ്രയാസം പറഞ്ഞു. കൂട്ടുകാരൻ ചിന്തിച്ചിട്ട് പറഞ്ഞു, നിനക്ക് പണം ആവശ്യമുണ്ടല്ലോ, ഇച്ചിരി തണുപ്പ് കൂടുതൽ കാണും, നീ അവിടെ പോയി രാത്രി ചെലവഴിച്ചാട്ടെ. നല്ല സ്നേഹിതനായതുകൊണ്ട് അവൻ അനുസരിക്കാമെന്ന് ചിന്തിച്ചു. അല്പം ബുദ്ധി പ്രയോഗിച്ചു. 6 മണിക്ക് വൈകിട്ട് പോകേണ്ട കാര്യമില്ല, 10-11 മണിയാകുമ്പോൾ ചെല്ലാം. അത്രയും കുറച്ച് ചെലവഴിച്ചാൽ മതിയല്ലോ രാത്രി. 11 മണിയോടുകൂടെ ആ പർവ്വതത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ അവൻ കണ്ട കാഴ്ച അവനെ അതിശയിപ്പിച്ചു കളഞ്ഞു. അവരുപദേശം നൽകിയ കൂട്ടുകാരൻ 6 മണി മുതൽ സന്ധ്യ മുതൽ തീ കൂട്ടി അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ചിത്രമാണ്. രാത്രി മുഴുവൻ ഒരുമിച്ച് ചെലവഴിച്ച് അവർ ഒന്നിച്ചിറങ്ങി. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. ആ പാട്ട് പാടുമ്പോൾ എന്തൊരു ആശ്വാസമാണ്. അവൻ രക്ഷകനാണ്, സ്നേഹിതനാണ്. യേശു ഒടുവിൽ പറഞ്ഞ അന്ത്യമൊഴികളിലൊന്നിതായിരുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളിലും നിങ്ങളോടുകൂടെ ഉണ്ട്. അഴീക്കോട് സാറിൻ്റെ പ്രതീക്ഷ ഇതായിരുന്നു. മനസ്സിൻ്റെ മാറ്റം ചിന്ത കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ്. ആ അനിവാര്യമായ മാറ്റത്തിനായി നാളെ നാം കുരുക്ഷേത്രത്തിലെത്തുമ്പോൾ കഴിഞ്ഞ 7 ദിനങ്ങളിലായി ഇവിടെ ഉയർന്ന സ്വരതരംഗങ്ങൾ നമ്മെ തഴുകി തലോടി മുന്നോട്ട് നയിക്കുന്നതിന് അവിടെ എത്തിയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. നാളെ ഇവിടെ കൂടുമ്പോൾ 8 ദിനങ്ങൾ ഇവിടെ ഉയരുന്ന സ്വരതരംഗങ്ങൾ അനീതിക്കരുതേ, തിന്മയ്ക്കെതിരെ പോരാടുവാൻ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മെ തഴുകി തലോടി മുന്നോട്ട് നയിക്കുവാൻ ഇവിടെ ഉയർന്ന സ്വരതരംഗങ്ങൾ അവിടെ എത്തിയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ പ്രസംഗമൊന്നും എത്തേണ്ട അവിടെ. യേശു കർത്താവിൻ്റെ വാക്കുകൾ വിശ്വസിക്കൂ. ഞാനോ ലോകാവസാനത്തോളം നിൻ്റെ ഈ ധർമ്മയുദ്ധത്തിൽ, എന്നോട് കൂടെയുള്ള യുദ്ധത്തിൽ, തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. വിശുദ്ധനായ പൗലോസ് പറഞ്ഞു, അവൻ വിശ്വസ്തനാണ്, അവൻ എൻ്റെ ഉപനിധി കാക്കും, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഹെൻസ് ഫോർത്ത്, ഇനിയും നീതിയുടെ കിരീടം. ഏലിയാവ് വലിയ പ്രവാചകൻ ഒരിക്കൽ നിരാശനായി ചെടിച്ചോട്ടിൽ ഇരുന്നു പോയി. ദൈവം തമ്പുരാൻ തട്ടി ഉണർത്തുകയാണ്, നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല, മണൽപ്പുറവും പന്തലിൻ്റെ കീഴും നല്ലതായിരിക്കാം. ഈ തീം, ഈ ശബ്ദം മുഴങ്ങിയത് ഗത്സമനയിൽ തോട്ടത്തിലായിരിക്കാം. അതിൻ്റെ ഫലപ്രാപ്തി കാൽവറിയിലാണെന്ന് നീ ഓർക്കണം. ഏലിയാവേ, നീ ഭീരുവായി, എത്രയോ ധീരനായിരുന്നു നീ, കർമ്മധീരനായി നീ ഇങ്ങനെ കർമ്മഭീരുവായത് എപ്പോഴാണ്? ഉണരുക, എഴുന്നേൽക്കുക. നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്, ദൂരയാത്ര ചെയ്യാനുണ്ട്, ദൂരയാത്ര ചെയ്യാനുണ്ട്. ജീവിതയാത്രക്കാരാ, ജീവിതയാത്രക്കാരാ,